ഹലോ എവരിവൺ, നമ്മുടെ IOQM കോച്ചിങ് സീരീസിൽ പ്ലെയിൻ ജോമെട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോമെട്രിയുമായി റിലേറ്റ് ചെയ്ത പല കോൺസെപ്റ്റ്സും ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊരു സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാൻ പോവാണ്, പ്ലെയിൻ ജോമെട്രി 2. ഇവിടെ അധികം സർക്കിൾസുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോകും, കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, ചെറിയ ക്ലാസ്സുകളെല്ലാം പഠിച്ചുള്ള കാര്യം തന്നെയാണ്. എന്നാൽ പോലും ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ് സർക്കിൾ? ദ കളക്ഷൻ ഓഫ് ഓൾ ദ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഈസ് കോൾഡ് എ സർക്കിൾ. അല്ലേ, ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഇതാണ്, അത് സെൻറ്ററായിട്ട് നമ്മൾ പറയാം. ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ്, ഇതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസാണ്, കാരണം ഇതെല്ലാം ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന ഒരുപാട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്തുണ്ടാവുന്നത്, സർക്കിൾ ഉണ്ടാവുന്നത്. സിമ്പിൾ കാര്യം അല്ലേ. ഇനി കോഡ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി നിങ്ങൾ അറിയണം. സർക്കിളുമായി റിലേറ്റ് ചെയ്ത സംഭവമാണ് കോഡ്. എന്താണ് കോഡ്? ഇഫ് വി ടേക്ക് 2 points P and Q on a circle, then the line segment PQ is called a chord of the circle. അതായത് നിങ്ങൾക്കൊരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൽ any two points നിങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ PQ എടുക്കുന്നു, അത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു കോഡ് കിട്ടും. ഓക്കെ, അടുത്തൊരു ഡയമീറ്റർ. ഡയമീറ്റർ എന്താണ്? ദ കോഡ് ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് കോൾഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. എ ഡയമീറ്റർ ഈസ് ദ ലോങ്ങസ്റ്റ് കോഡ്. ഡയമീറ്റർ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, റേഡിയസിൻ്റെ ഡബിളാണ് ഡയമീറ്റർ എന്നൊക്കെ അറിയാം. എന്നാലും അതിനൊരു ജോമെട്രിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് കോഡുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡ് വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, പല രീതിയിൽ കോഡ് വരയ്ക്കാം. ബട്ട് ഇൻ കേസ് ദ കോഡ് ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, ഈ കോഡ് ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കേസ് വരുമ്പോൾ അയാൾ എന്തായിട്ട് മാറും? അത് ഡയമീറ്റർ ആയിട്ട് മാറും അല്ലേ. അല്ലാത്ത കേസിൽ ഇപ്പോൾ ഈ ഒരു ഡയമീറ്റർ അല്ലാതെ വേറെ എവിടെ കോഡ് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിലും ആ ഡയമീറ്ററിനേക്കാളും സ്മോളർ ആയിട്ടുള്ള കോഡ്സ് വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. സർക്കിളിൽ എവിടെ വരയ്ക്കുകയാണെങ്കിലും ഡയമീറ്ററിനേക്കാളും സ്മോളർ വരയ്ക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോകുന്ന ലോങ്ങസ്റ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഡയമീറ്റർ തന്നെയാണ്. സോ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡാണ്. മാത്രമല്ല കോഡ്സിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയി വരുന്ന കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. റെഡി? അടുത്തത് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക്, അതിൻ്റെ മീനിങ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എ പീസ് ഓഫ് എ സർക്കിൾ ബിറ്റ്വീൻ 2 points ഈസ് കോൾഡ് an ആർക്ക്. നിങ്ങൾ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിനെ ഒരു കഷ്ണം മുറിച്ചെടുത്തു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ഫുൾ സർക്കിളിൽ ഒരു പീസ് ഇങ്ങനെ മുറിച്ചെടുത്തു, അതിൻ്റെ ബാക്കി ഇവിടെ വരുന്ന ബാക്കി പീസാണ് ഈ താഴെ കിടക്കുന്നത്. അപ്പോൾ ഇത് ഒരു ആർക്കാണ്, ഇതെന്താണ് മറ്റൊരു ആർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു വളയുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സർക്കുലർ ഷേപ്പിൽ വളയുണ്ട്, അതിന് നിങ്ങൾ പല പല പീസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരുപാട് ആർക്സ് കിട്ടും. അത്രേ ഉള്ളൂ. റെഡി? ദ ലോങ്ങർ വൺ ഈസ് കോൾഡ് ദ മേജർ ആർക്ക് PQ ആൻഡ് ദ ഷോർട്ടർ വൺ ഈസ് കോൾഡ് ദ മൈനർ ആർക്ക് PQ. ഓക്കെ, ഞാൻ P ആൻഡ് Q എന്ന് പറയുന്ന ഈ 2 പോയിന്റ്സിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? ഒരു മേജർ ആർക്കും കിട്ടും, ഒരു മൈനർ ആർക്കും കിട്ടും. എന്നുവെച്ചാൽ വലുതിനെ മേജർ എന്ന് വിളിക്കാം, ചെറുതിനെ മൈനർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ദ മൈനർ ആർക്ക് PQ ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ PQ എന്ന് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഈ ഒരു ആർക്ക് ഷേപ്പ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മേജർ ആർക്ക് QP. ഓക്കെ, തിരിച്ച് എങ്ങനെ പറയാം? PQ QP എന്നുള്ള ഇതൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറയാം. സോ മേജർ ആർക്ക് QP എന്ത് ചെയ്യാം? QP അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വെൻ P and Q ആർ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ദെൻ ബോത്ത് ആർക്സ് ആർ ഈക്വൽ ആൻഡ് ഈച്ച് ഈസ് കോൾഡ് സെമി സർക്കിൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ഈ ഒരു കേസിൽ നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡിനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇൻ കേസ് ഞാൻ കട്ട് ചെയ്യുന്നത് ഈ 2 പോയിന്റ്സിലാണ് എന്നുണ്ടെങ്കിൽ, ഈ 2 പോയിന്റ്സിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു ആർക്ക് ഇയാളായിരിക്കും, അടുത്തൊരു ആർക്ക് ഇയാളായിരിക്കും. 2 പേരും സെയിം ആയിരിക്കും. അവിടെ മേജർ ആൻഡ് മൈനർ എന്ന് പറയാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. മേജർ ആൻഡ് മൈനർ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരാൾ വലുതും ഒരാൾ ചെറുതായി വന്നുകൊണ്ടാണ്. അത് വേറെ ഏതെങ്കിലും കോഡ്സിൻ്റെ എൻഡ് പോയിന്റ്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 2 പോയിന്റ്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. പക്ഷേ നിങ്ങളൊരു ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന രണ്ടും എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ഒരേ സൈസ് ഒരേ ഷേപ്പ് വരുന്ന ആൾക്കാരാണ്. അവർ സെമി സർക്കിൾസ് അല്ലേ. സിമ്പിൾ അല്ല, ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. റെഡി? ഇനി എന്താണ് സെഗ്മെൻറ്റ്? അടുത്താണ് സെഗ്മെൻറ്റ്. സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീജിയൻ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് എയ്തർ ഓഫ് ഇറ്റ്സ് ആർക്സ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു കോഡ് വരച്ചു, ഈ ഒരു കോഡും ഇതിൽ ഏതെങ്കിലും വേറൊരു ആർക്ക്, ഇപ്പം ഞാൻ ഈ ഒരു കോഡാണ് വരച്ചെങ്കിൽ ബാക്കി വരുന്ന ഈ ഒരു ആർക്ക്, ഈ ഒരു ഏരിയ, അതെന്താണ്? ഒരു സെഗ്മെൻറ്റാണ്. അല്ലെങ്കിൽ ഈ ഒരു കോഡിൻ്റെ കൂടെ താഴെ വരുന്ന ആർക്കും കൂടെ വരുമ്പോൾ വരുന്ന ഈ ഒരു ഏരിയ, അതൊരു എന്താണ്? സെഗ്മെൻറ്റാണ്. ക്ലിയർ ആയോ? അപ്പോൾ ആ ഒരു ഏരിയയാണ് എന്ത് പറയുന്നത്? സെഗ്മെൻറ്റ് ഓഫ് ദി സർക്കുലർ റീജിയൻ ഓർ സിംപ്ലി എ സെഗ്മെൻറ്റ് ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. റെഡി? ദർ ആർ 2 types ഓഫ് സെഗ്മെൻറ്റ്സ് ദാറ്റ് ആർ ദ മേജർ സെഗ്മെൻറ്റ് ആൻഡ് ദ മൈനർ സെഗ്മെൻറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേജർ ആർക്ക് ആൻഡ് മൈനർ ആർക്ക് എന്ന് പറഞ്ഞ പോലെ മേജർ സെഗ്മെൻറ്റ് ഉണ്ട്, മൈനർ സെഗ്മെൻറ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ടെർമിനോളജിയാണ് സെക്ടർ. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്, ഓരോന്നും ഓരോരോ ടെർമിനോളജീസ് ആണ്. സെക്ടർ എന്താ? സെക്ടറും അതുപോലെ സെഗ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. സെക്ടർ എന്ന് പറഞ്ഞാൽ ദ റീജിയൻ ബിറ്റ്വീൻ എൻ ആർക്ക് ആൻഡ് ദ 2 radii ജോയിനിങ് ദ സെൻറ്റർ ടു ദ എൻഡ് പോയിന്റ്സ് ഓഫ് എൻ ആർക്ക് ഈസ് കോൾഡ് എ സെക്ടർ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കോഡും അതുപോലെ തന്നെ ആർക്കും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ആർക്കും
ആ ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സിനെ സെൻട്രലോട് ജോയിൻ ചെയ്യുന്ന ഈ റേഡിയസുകളും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, സെക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് ഡിഫറൻസ്. ഇവിടെ കോഡാണെങ്കിൽ ഇവിടെ കോഡല്ല, അതിൻ്റെ എൻ പോയിൻറ്റ്സിനെ സെൻട്രലോട് കണക്ട് ചെയ്യുന്ന ലൈൻസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, സെക്ടർ ഫോം ചെയ്യുന്നത്. റെഡി? ഇനി മൈനർ ആർക്ക് കറസ്പോണ്ട്സ് ടു ദ മൈനർ സെക്ടർ ആൻഡ് ദ മേജർ ആർക്ക് കറസ്പോണ്ട്സ് ടു ദ മേജർ സെക്ടർ. സെഗ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ മേജർ സെക്ടർ ഉണ്ട്, മൈനർ സെക്ടർ ഉണ്ട്. When two arcs are equal, then both segments and both sectors become the same and each is known as semicircular region. നേരത്തെ പറഞ്ഞതല്ലേ നമ്മൾ, അതായത് ഇവിടെ ആർക്സ് ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇതിനെ കട്ട് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന രണ്ട് ആർക്കുകളും ഈക്വൽ ആയിരിക്കും, രണ്ടും സെമി സർക്കിൾ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി ഉണ്ടാകുന്ന സെഗ്മെൻ്റ് ആണെങ്കിലും കറസ്പോണ്ടിങ് ആയി ഉണ്ടാകുന്ന സെക്ടർ ആണെങ്കിലും എല്ലാം എന്ത് തന്നെയാണ്, സെമി സർക്കിൾ ആയിട്ടുള്ള വരിക, സെമി സർക്കുലർ റീജിയൻ. ഇപ്പോൾ ഞാനിതാ ഇവിടെ ഈ പിയും ക്യൂ ഇവിടേക്ക് പകരം ഇങ്ങനെ എടുത്ത് വിചാരിക്കുക, ഇവിടെ പിയും ഇവിടെ ക്യൂ ആണെങ്കിൽ എനിക്കിനി ഇവിടെ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ എൻ പോയിൻറ്റ്സോട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് തന്നെ ഉള്ളൂ. അപ്പോൾ അതും ഡയമീറ്റർ ആയിട്ടാണ് മാറുക അല്ലേ. അപ്പോൾ എനിക്ക് കിട്ടുന്ന രണ്ട് സെക്ടറുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്ടർ കിട്ടും, ഇങ്ങനെ ഒരു സെക്ടർ കിട്ടും, അത്രേ കിട്ടുള്ളൂ. സെഗ്മെൻറ്റ് കേസിലും അങ്ങനെ തന്നെ, ഇത് ഡയമീറ്റർ ആയി മാറുന്ന സമയത്ത് മുകളിലൊരു സെഗ്മെൻറ്റ് വരും, താഴെ ഒരു സെഗ്മെൻറ്റ് വരും, അതും എന്താണ്, സെമി സർക്കിളാണ്. ക്ലിയർ അല്ലേ? സിമ്പിളായിട്ട് വരച്ചൊക്കെ കിട്ടാവുന്ന ഐഡിയ ഉള്ളൂ. ഇനി കുറച്ച് തിയറംസ് ആണ്, സർക്കിൾസുമാണ്. നിങ്ങൾ പല ക്ലാസ്സുകളിൽ പഠിച്ച കാര്യം, ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, ജസ്റ്റ് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യണം നമ്മൾ. ഓക്കെ, ഫസ്റ്റ് തിയറം പറയുന്നത് എന്താണ്, ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സർക്കിളിൽ ഈക്വൽ ആയിട്ടുള്ള രണ്ട് കോഡ്സ് ഉണ്ട്, ഈക്വൽ ലെങ്ത് വരുന്ന. ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ ഒരു കോഡ് ഉണ്ട്. ഓക്കെ, അതേ ലെങ്ത് വരുന്ന മറ്റൊരു കോഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, രണ്ട് കോഡ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, രണ്ട് കോഡ്സ് ഉണ്ട്. ഇനിയോ ഇവരുടെ സെൻറ്റർ ഇതാ ഇവിടെ വരുന്നുണ്ട്, സെൻറ്റർ. റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ, സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളും ഓക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഇയാൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും, ഓക്കെ, ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. അതായത് ഇവർ രണ്ടുപേരും ഈക്വൽ കോഡ്സ് ആണെങ്കിൽ ആ ഓരോ ഈക്വൽ കോഡ്സും സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ വരുന്ന ആംഗിളും ഇവിടെ വരുന്ന ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ കോൺവേഴ്സ് എന്താ പറയുന്നത്, ഇഫ് ദ ആംഗിൾ സബ്റ്റൻഡ് ബൈ ദ കോഡ്സ് ഓഫ് എ സർക്കിൾ അറ്റ് ദ സെൻറ്റർ ആർ ഈക്വൽ ദെൻ ദ കോഡ്സ് ആർ ഈക്വൽ. ഓക്കെ, അതായത് നമ്മളിവിടെ പറഞ്ഞു ഈക്വൽ കോഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആംഗിൾസ് സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യും. തിരിച്ചും പറയാം, ഇഫ് ദ ആംഗിൾ സബ്റ്റൻഡ് ബൈ ദ കോഡ്സ് ഓഫ് എ സർക്കിൾ അറ്റ് ദ സെൻറ്റർ ആർ ഈക്വൽ ദെൻ കോഡ്സ് ആർ ഈക്വൽ. അതായത് നിങ്ങൾക്ക് ഏതോ രണ്ട് കോഡ്സ് ഉണ്ട്, ആ രണ്ട് കോഡ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഇവർ രണ്ടുപേരും എന്തായിരിക്കും, ലെങ്ത്തിലും ഈക്വൽ ആയിരിക്കും. തിരിച്ചും പറയാം, ഇവർ രണ്ടുപേരുടെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും. അതാണ് ഈ രണ്ട് തിയറും അതിൻ്റെ കോൺവേഴ്സും പറയുന്നത്. അടുത്ത് പറയുന്നത്, ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. അതായത് നിങ്ങൾക്കൊരു കോഡുണ്ട്, ആ കോഡിലോട്ട് സെൻറ്ററിൽ നിന്ന് നിങ്ങൾ പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും, ആ കോഡിനെ ഈ എ എമ്മും ബി എമ്മും ഈക്വൽ പാർട്സ് ആക്കും, ബൈസെക്ട് ചെയ്യും. തിരിച്ചും പറയാം, ദ ലൈൻ ഡ്രോൺ ത്രൂ എ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു ബൈസെക്ട് എ കോഡ് ഈസ് പെർപെൻഡിക്കുലർ ദ കോഡ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇയാൾ ബൈസെക്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും സെൻറ്ററിൽ നിന്ന് ഇയാളുടെ മിഡ് പോയിന്റിലോട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് ഇയാൾക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറഞ്ഞാലും സെയിം ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയാം. റെഡി? അടുത്തത്, ദർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ സർക്കിൾ പാസിംഗ് ത്രൂ 3 ഗിവൺ നോൺ കൊളീനിയർ പോയിൻറ്റ്സ്. നിങ്ങൾക്ക് 2 പോയിൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, 2 പോയിൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സർക്കിൾസ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിക്കാം. അപ്പോൾ 2 പോയിൻറ്റ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലൂടെ പാസ്സാകുന്ന ഇങ്ങനെ സർക്കിൾ വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പാസ്സാകുന്ന മറ്റൊരു സർക്കിൾ ഇങ്ങനെ വലുതാക്കി വരയ്ക്കാൻ പറ്റും, അടുത്ത സർക്കിൾ ഇങ്ങനെ വലുതാക്കി വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ പല പല സർക്കിൾസ് എന്ത് ചെയ്യാൻ വരയ്ക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് 3 ഗിവൺ നോൺ കൊളീനിയർ പോയിൻറ്റ്സ്, കൊളീനിയർ അല്ലാത്ത, കൊളീനിയർ ആയി കഴിഞ്ഞാൽ പിന്നെ സർക്കിൾ വരയ്ക്കാൻ പറ്റില്ലല്ലോ അല്ലേ, എല്ലാം ലൈനിലായിരിക്കും. കൊളീനിയർ അല്ലാത്ത 3 പോയിൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ സർക്കിൾ മാത്രം, സിംഗിൾ സർക്കിൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് മൂന്നിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത കാര്യം പറയുന്നത്, ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ഓർ ഓഫ് കോൺഗ്രന്റ് സർക്കിൾസ് ആർ ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർക്കിൾ, ഒന്നെങ്കിൽ ഒരു സർക്കിൾ എടുക്കാം, അല്ലെങ്കിൽ ഒരേപോലത്തെ 2 സർക്കിൾസ്, അത് ഒരേ റേഡിയസ് വരുന്ന 2 സർക്കിൾസ്, എന്തായാലും സെയിം തന്നെയാണ്, ഒരേപോലെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ 2 കോഡ്സ് ഈക്വൽ ലെങ്ത് വരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇവർ സെൻറ്റർ ഉണ്ടാക്കുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ
ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. എന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഈ കോഡ് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണോ അതേ ഡിസ്റ്റൻസിലായിരിക്കും ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു കോഡും വരുന്നത്. ഇനി അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം. ഇപ്പോൾ ഈ ഒരു സർക്കിൾ ഉണ്ട്, അതിന് കോൺഗ്രൻ്റ് ആയിട്ടുള്ള ഒരേപോലത്തെ വേറെ ഷേപ്പുള്ള സർക്കിളുണ്ട്. ഇതിലൊരു കോഡുണ്ട്, അതേ ലെങ്ത്ത് വരുന്ന മറ്റൊരു കോഡ് ഇതിലുണ്ട്, അതേ ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര ഡിസ്റ്റൻസിലാണോ അത് തന്നെയായിരിക്കും ഇയാളുടെ ഡിസ്റ്റൻസ്. കാരണം എന്താ, ഈ സർക്കിളും എക്സാക്ട്ലി സെയിം ആണ്, കോൺഗ്രൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് കേസ് പറഞ്ഞത്. അത് ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ അകത്ത് രണ്ട് ഈക്വൽ കോഡ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ രണ്ട് കോൺഗ്രൻ്റ് സർക്കിൾസിൻ്റെ അകത്ത് ഈക്വൽ കോഡ്സ് ഉണ്ടാവുക. കാരണം രണ്ടും സെയിം സിറ്റുവേഷനാണ്. കോൺഗ്രൻ്റ് സർക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ അകത്ത് രണ്ട് ഈക്വൽ കോഡ്സ് വരയ്ക്കുന്ന പോലെ തന്നെയാണ് രണ്ട് കോൺഗ്രൻ്റ് സർക്കിൾസിൻ്റെ അകത്ത് ഓരോന്നിനും ഓരോ കോഡ്സ്, രണ്ടും ഈക്വൽ ലെങ്ത് ആണ് ഓരോ കോഡ്സ് വരയ്ക്കുന്നത്. റെഡി അല്ലേ? അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഇവിടെയും കൊടുത്തിട്ടുണ്ട് എ ബിയും സി ഡിയും ഈക്വൽ കോഡ്സ് ആണെങ്കിൽ ഒ മുതൽ എം വരെയുള്ള ഡിസ്റ്റൻസും ഒ മുതൽ എൻ വരെയുള്ള ഡിസ്റ്റൻസും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. റെഡി? അതിൻ്റെ കോൺവേഴ്സ്, കോഡ്സ് ഇക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. തിരിച്ചും പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു ലെങ്ത്ത്, രണ്ട് കോഡ്സ് ഉണ്ട് നിങ്ങൾക്ക് വിചാരിക്കുക ഒരു സർക്കിളിൻ്റെ അകത്ത്. ഈ കോഡിലോട്ട് സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസും ഈ ഒരു കോഡിലോട്ട് സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് കോഡ്സിൻ്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അങ്ങനെയും പറയാം. റെഡി അല്ലേ? അടുത്തത്, ദ ആംഗിൾ സബ്റ്റൻഡ് ബൈ എൻ ആർക്ക് അറ്റ് ദ സെൻറ്റർ ഈസ് ഡബിൾ ദി ആംഗിൾ സബ്റ്റൻഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിൻറ്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്താ പറയുന്നത്? നിങ്ങൾക്കൊരു സർക്കിൾ ഉണ്ട്. ഓക്കെ, ഇനി പറയുന്ന കാര്യം ഇതാണ്, ആംഗിൾ സബ്റ്റൻഡ് ബൈ എൻ ആർക്ക് at the center is double the angle subtended by it at any point on the remaining part of the circle. That means ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പോയിന്റ് ഇട്ടു. ഓക്കെ, ഇതാണ് സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഒരു ആംഗിൾ ഫോം ചെയ്യൂലേ? ഈ ഒരു ആംഗിൾ ഫോം ചെയ്യും അല്ലേ? ഈ ഒരു ആർക്ക്, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു ആർക്കിൽ ക്രിയേറ്റ് ചെയ്ത ആംഗിൾ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ഇതിന് ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് ആർക്ക് അല്ലേ? ഇത്രയാണ് ഓപ്പോസിറ്റ് ആർക്ക്. അതിലുള്ള ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് എടുത്തു വിചാരിക്കുക. ഏതെങ്കിലും പോയിന്റ്സിലോട്ട് ഇതേ എൻ പോയിന്റ്സിൽ നിന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാമെന്നറിയോ? ഇപ്പോൾ ഇവിടെ ഇയാളുടെ ഈ ഒരു ആംഗിൾ 2x ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ്, 2xൻ്റെ ഹാഫ് x ആയിരിക്കും ഇയാളുടെ ആംഗിൾ. അതാണ് ഐഡിയ. അതായത് നിങ്ങൾക്ക് ഒരു ആർക്ക് ഉണ്ട്, അവിടെ വരുന്ന സെൻട്രൽ ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കിലോട്ട് വരുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇയാളുടെ ഹാഫ് ആയിരിക്കും. ഇങ്ങനെ തന്നെ വരണം നിർബന്ധമില്ല. ഇപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും ഹാഫ് ആയിരിക്കും, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും ഹാഫ് ആയിരിക്കും, ഇങ്ങനെ വരച്ചാലും ഹാഫ് ആയിരിക്കും, എങ്ങനെ വരച്ച് കഴിഞ്ഞാലും ഹാഫ് ആയിരിക്കും. റെഡി? യെസ്. ഇനി അടുത്ത് പറയുന്നുണ്ട്, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ ഒരു കോഡ് വരച്ചു, ഓക്കെ, ഈ ഒരു കോഡ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് മുകളിലോട്ടുള്ള ഈ കോഡിൻ്റെ മുകളിലോട്ട് ഇങ്ങോട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒരു ആംഗിൾ വരച്ചു. ഇനി എനിക്കിതിനകത്ത് ഇതുപോലെ എത്ര ആംഗിൾ വേണമെങ്കിൽ വരക്കാം, എല്ലാം സെയിം കോഡ് ബേസ് ആവുന്ന രീതിയിൽ അല്ലേ? അങ്ങനെ എത്ര ആംഗിൾസ് വരച്ച് കഴിഞ്ഞാലും അവരുടെ എല്ലാം വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനൊരു ആംഗിൾ വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ അടുത്തൊരു ആംഗിൾ ഞാൻ വരച്ചു. ഓക്കെ, ഇവരുടെ എല്ലാം വാല്യൂ എന്ത് തന്നെയായിരിക്കും? സെയിം വാല്യൂ എക്സ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു വിചാരിക്കാം. ഇവിടെ വെച്ചിട്ട് ടച്ച് ചെയ്തു, എന്നിട്ട് നേരെ ഇങ്ങോട്ട്, അതും തന്നെയായിരിക്കും എക്സ്. കാരണം എന്താ, ഇതെല്ലാം ഒരേ കോഡാണ് ഇവിടെ വരുന്നത്, ഒരേ സെഗ്മെൻ്റ് അകത്ത് വരുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ എല്ലാം സെയിം ആയിരിക്കും. ഇനി ഒരാൾ ഇവിടുന്ന് ഒരു ആംഗിൾ വരച്ചു, അയാളുടെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും ഇയാളുടെ വാല്യൂ. അതെന്താണ്? കാരണം ഇതിന് താഴോട്ടുള്ള മൈനർ സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതാണ് ഈ പോയിന്റ് പറയുന്നത്. ഇനി ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു സെഗ്മെൻറ്റ് കേസാണ് പറഞ്ഞത്. ഇൻ കേസ് നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന സർക്കിൾ, ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ട് ഇവിടെ, അയാളുടെ ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഡയമീറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതായത് സെമി സർക്കിൾ വരുന്ന ആംഗിൾ ആയിരിക്കുമല്ലോ അത് അല്ലേ? ഈ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി, കാരണം അത് സെമി സർക്കിൾ വരുന്ന ആൾക്കാരാണ്. ഇനി താഴോട്ട് വരക്കുകയാണെങ്കിലും 90 തന്നെയാണ്, ഇതും 90 തന്നെയാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ വരക്കുകയാണെങ്കിൽ അത് 90 തന്നെയാണ്, ഇതും 90 തന്നെയാണ്, ഇതെല്ലാം 90 തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. റെഡി? ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കോൺസെപ്റ്റ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? ഇവിടെ പറയുന്നുണ്ട്, എ ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് കോൾഡ് സൈക്ലിക് ഇഫ് ഓൾ ദ 4 വെർട്ടിസസ് ഓഫ് ഇറ്റ് ലൈ ഓൺ എ സർക്കിൾ. എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു സർക്കിൾ ഉണ്ട്,
ഓക്കെ, ആ സർക്കിളിൻ്റെ അകത്ത് വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, അതിൻ്റെ എല്ലാ വെർട്ടീസസും ആ സർക്കിളിലായിരിക്കണം വരേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ വെർട്ടീസസും ആ സർക്കിളിലാണ്. അങ്ങനെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. റെഡി? ഇനി ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. ദ സം ഓഫ് എയ്തർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180. എന്ന് വെച്ചാൽ ഇത് ABCD ആണെങ്കിൽ ആംഗിൾ എയും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ C ആഡ് ചെയ്താലും ആംഗിൾ ബിയും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ D ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരേ വാല്യൂ ആയിരിക്കും 180 ഡിഗ്രി. അതായത് എയും ഓപ്പോസിറ്റ് വരുന്ന സിയും ആഡ് ചെയ്താലും ബിയും ഓപ്പോസിറ്റ് വരുന്ന ഡിയും ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം വാല്യൂ ആണ് 180 ഡിഗ്രി. റെഡി? ഇനി ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദി ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ആൾക്കും എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു ലെങ്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ഇൻറ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു BC ഇവിടെ വേറെ എന്തെങ്കിലും കൊടുക്കുക, D അല്ലെങ്കിൽ E എന്ന് കൊടുക്കുക, BCE. അപ്പോൾ ഈ BCE എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ ആക്ച്വലി ആർക്ക് ഈക്വൽ ആയിരിക്കും? A എന്ന് പറയുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഏത് വെർട്ടീസസിലാണെങ്കിലും അവിടെ നിങ്ങൾ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ആ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ആരുടെ കേസിൽ? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ കേസിൽ. ഓക്കെ, ഞാൻ കുറേ അധികം തിയറി പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, പക്ഷേ ഇതെല്ലാം നിങ്ങൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതുവരെ പഠിച്ച കോൺസെപ്റ്റ്സും തിയറീസും ക്ലിയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫ്രണ്ടിലോട്ട് പോകാം. ഓക്കെ, എല്ലാവരും വീഡിയോ പോസ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. കാരണം നമ്മൾ മൾട്ടിപ്പിൾ ടെർമിനോളജീസ് പറയുന്നുണ്ട്. ഇതെല്ലാം സർക്കിൾസുമായി റിലേറ്റ് ചെയ്ത് പല ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് ഇവിടെ പറയുകയാണ്. റെഡി? യെസ്. ഇനി ഒരു ടോളമീസ് തിയറം എന്ന് പറയുന്നൊരു തിയറം ഉണ്ട്. ആ തിയറം പറയുന്ന കാര്യം ഇത്രയാണ്. In cyclic quadrilateral, the product of the diagonals is equal to the sum of the product of the opposite sides. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ അകത്തൊരു ക്വാഡ്രിലാറ്ററൽ കിടക്കുന്നുണ്ട്, അതിൻ്റെ വെർട്ടിസസ് എല്ലാം ആ സർക്കിളിലാണ്. ദാറ്റ് മീൻസ് ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദി ഡയഗണൽസ്, ഇപ്പോൾ ഇയാളുടെ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ AC-യും BD-യുമാണ്. AC ഇൻറ്റു BD ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തിന് ഈക്വലാണ്? സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ്. സമ്മ് ആരുടെയൊക്കെ സമ്മ്? ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സമ്മ്. അപ്പോൾ AB-യും DC-യും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ AB ഇൻറ്റു DC പ്ലസ് ആരാണ് പിന്നെ ഉള്ളത്? BC-യും AD-യും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ. അപ്പോൾ AB ഇൻറ്റു DC മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവും BC ഇൻറ്റു AD മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ആൻസർ എന്തിന് ഈക്വൽ ആയിരിക്കും? ഡയഗണൽസിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ആരുടെ കേസിൽ? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ കേസിൽ. അതാണ് എന്ത് പറയുന്നത്? ടോളമീസ് തിയറം പറയുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, വളരെ സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷൻസ് ഇതിനകത്തില്ല. ഇതിനൊക്കെ പ്രൂഫുകളുണ്ട്, പ്രൂഫിലോട്ട് നമ്മൾ പോകുന്നില്ല, കാരണം നമ്മുടെ കയ്യിൽ അത്ര സമയമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? മെയിൻ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക, അത് ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യുക. റെഡി? യെസ്. അടുത്ത കുറച്ച് ജനറൽ പോയിന്റ്സ് പറയുന്നുണ്ട്. ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ ഡയമീറ്റേഴ്സ് ഓഫ് സർക്കിൾ ത്രൂ ദ വെർട്ടിസസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് എ റെക്ടാങ്കിൾ. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഡയഗ്രാം വരച്ച് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഡയമീറ്റേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? റെക്ടാങ്കിൾ ആയിരിക്കും. റെഡി? ഇഫ് ദ നോൺ പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്പീസിയം ആർ ഈക്വൽ ദെൻ ഇറ്റ് സൈക്ലിക്. ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ സിംഗിൾ പെയറോ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് പാരലായിട്ട് വരിക. നോൺ പാരലായിട്ടുള്ള ആൾക്കാർ ബാക്കി രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇഫ് നോൺ പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്പീസിയം ആർ ഈക്വൽ ദെൻ ഇറ്റ് സൈക്ലിക്. അത് സൈക്ലിക് ആയിരിക്കും. ആ ട്രപ്പീസിയം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായിട്ട് മാറും. റെഡി? എവരി സൈക്ലിക് പാരലോഗ്രാം ഈസ് റെക്ടാങ്കിൾ. നിങ്ങൾക്ക് ഒരു പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന, അപ്പോൾ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ പാരലോഗ്രാമിൻ്റെ ഒരു സബ് ഡിവിഷനാണ് അല്ലേ? ഒരു പാരലോഗ്രാമിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആകുമ്പോഴാണ് അത് റെക്ടാങ്കിൾ ആയിട്ട് മാറുന്നത്. ഒരു റെക്ടാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആകുമ്പോഴാണ് സ്ക്വയർ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു എവല്യൂഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു പാരലോഗ്രാം, നിങ്ങളോട് പറയുകയാണ് ഒരു പാരലോഗ്രാം സൈക്ലിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരലോഗ്രാം ആരായിരിക്കും? റെക്ടാങ്കിൾ ആയിരിക്കും. ഓക്കെ, അല്ലാത്തൊരു പാരലോഗ്രാം ആയിരിക്കില്ല. റെഡി അല്ലേ? യെസ്. സ്ക്വയർ ആവാം. ഓക്കെ, സംടൈംസ് സ്ക്വയർ ആവാം, സ്ക്വയർ ഈസ് പോസിബിൾ. പക്ഷേ ഒരു നോർമലി ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ ആയിട്ട് സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും. The quadrilateral formed by angle bisectors of a cyclic quadrilateral ABCD is also cyclic. ഓക്കെ, എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വെച്ചതാണ്. ഇതൊന്നും കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് വരച്ചൊന്നുമില്ല, ജസ്റ്റ് റാൻഡം വാല്യൂസ്. റെഡി? ഇനി ഇവരുടെ ബൈസെക്ടേഴ്സ് നിങ്ങൾ വരച്ചു എന്ന് വിചാരിക്കാം. ബൈസെക്ടേഴ്സ്, ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്,
ഇയാളുടെ ബൈസെക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇയാളുടെ ബൈസെക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്, ഇയാളുടെ ബൈസെക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ബൈസെക്ടേഴ്സ് എല്ലാം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? അനദർ ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യുന്നുണ്ട്. ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? അതും സൈക്ലിക് ആയിരിക്കും. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അതിൻ്റെ ആംഗിൾസിൻ്റെ ബൈസെക്ടേഴ്സ് എല്ലാം ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് വേറൊരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യുന്നുണ്ട്. ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് ഓൾസോ സൈക്ലിക്. റെഡി? ABCD ഈ പുറത്ത് വരുന്ന ആൾക്ക് വേണമെങ്കിൽ നെയ്യുമ്പോൾ നമുക്ക് ABCD കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. അടുത്തത്, ഇഫ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ ദെൻ ഇറ്റ്സ് ഡയഗണൽസ് ആർ ഈക്വൽ. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അയാളുടെ ഡയഗണൽസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇഫ് ഓൾ ദ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ടച്ച് എ സർക്കിൾ ദെൻ ദ പാരലോഗ്രാം ഈസ് റോംബസ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഓൾ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ടച്ച് എ സർക്കിൾ, ഒരു സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ, ടാൻജൻ്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയും, ആ രീതിയിലാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് റോംബസ് ആയിരിക്കും. ഈ ഒരു ടച്ച് ചെയ്യുന്ന കാര്യം ടാൻജൻ്റ് എന്താണെന്നുള്ളതും മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു പോയിന്റ് ഇവിടെ മനസ്സിലാക്കി വെക്കുക. ആ ഒരു പോയിന്റ് കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. റെഡി? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ കുറച്ചധികം ടെർമിനോളജീസും തിയറീസും പറഞ്ഞു, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പറയുന്നതാണ്, റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് 25 cm ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് കോഡ് ഈസ് 14 cm. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഫ്രം ദ സെൻറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് റഫായി ഡയഗ്രാം വരയ്ക്കണം, സെക്കൻഡ് റീഡിങ് നടത്തണം. എന്നിട്ട് ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൻ്റെ റേഡിയസ് 25 cm ആണ്. ആണ്. ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് കോഡ്സ് ഈസ് 14 cm. അപ്പോൾ ഞാൻ ആ കോഡ് എവിടെയൊന്നും എനിക്ക് അറിയില്ല, ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് റാൻഡം ആയിട്ട്, നമുക്ക് കോഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിൽ കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു കോഡ് കൊടുക്കുകയാണ്. ഓക്കെ, സോ 14 cm. ഇനി എന്താ കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി കോഡ് ഫ്രം ദ സെൻറ്റർ എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് ഓഫ് ദി കോഡ്. റെഡി? ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ലൈനാണ് വരിക അല്ലേ, 90 ഡിഗ്രിയിൽ വരുന്ന പെർപെൻഡിക്കുലർ ലൈൻ. നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, ഒരു കോഡ് ഇവിടെയുണ്ട്, ആ കോഡിലോട്ട് സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈന് ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇയാൾക്ക് പേര് കൊടുക്കുകയാണ് OPQM. അങ്ങനെയാണെങ്കിൽ PM-ഉം QM-ഉം ഈക്വൽ ആയിരിക്കില്ലേ, ബൈസെക്റ്റ് ചെയ്യൂലേ? ഓരോന്ന് എത്രയായിരിക്കും? 7 cm ഈച്ച്. കാരണം ടോട്ടൽ 14 ആണ്, സോ 7 7 എന്നുള്ള രീതിയിൽ വരും. ഇത് OP നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എത്രയാണത്? അത് 25 ആണ്. ഇനിയോ OM എന്ന് പറയുന്നതാണ് ഈ സെൻറ്ററിൽ നിന്ന് ആ കോഡിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം ഈ ഒരു ആംഗിൾ 90 ആണ്, ഈ ഒരു ആംഗിൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള OMP എന്ന് പറയുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഇത് 90 ഡിഗ്രി ആണ്. OP ഹൈപ്പർന്യൂസ് ആണ്, PM ഒരു സൈഡാണ്. അങ്ങനെയാണെങ്കിൽ OM-ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു OM സ്ക്വയർ ഇസ് ഈക്വൽ ടു OP സ്ക്വയർ മൈനസ് PM സ്ക്വയർ അല്ലേ. OP സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ. 25 സ്ക്വയർ 625 മൈനസ് 49. സോ 625 49 പോയി കഴിഞ്ഞാൽ ഇവിടെ 6 എന്ന് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 7 വരും. സോറി 15 ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 വരും. ബാക്കി 11 4 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 വരും. ബാക്കി ഇവിടെ 5 ഉണ്ടാവും, 576 വരും. ഇതാണ് OM സ്ക്വയർ. പക്ഷെ നമുക്ക് വേണ്ടത് ആരെയാണ്? OM-നെയാണ്. OM ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 576. എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 576? 24-ൻ്റെ സ്ക്വയർ എന്താ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 24-ൻ്റെ സ്ക്വയർ 4 × 4 16 1 8 9 2 4 8 1 2 2 4 6 7 1 576 എന്ന് കിട്ടില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ OM-ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 24 cm. നിങ്ങൾക്ക് ഓൾറെഡി പൈതഗോറിയൻ ട്രിപ്ലറ്റ് അറിയുമെന്നുണ്ടെങ്കിൽ 25 24 7 എന്നുള്ളത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അതറിയുമെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റായി ചെയ്യാം. അറിയാത്ത ഒരാൾക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടും ഇതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. റെഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കാര്യമായിട്ടൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. A chord of circle is equal to the radius of the circle. Find the angle subtended by the chord at a point on the minor arc and also at a point on the major arc. ക്വസ്റ്റ്യൻ ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞു. സെക്കൻഡ് റീഡിങ് നമ്മൾ നടത്തണം, അതിൻ്റെ കൂടെ ഡയഗ്രാം വരയ്ക്കണം. എന്താ പറയുന്നത്? കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിൾ ഉണ്ട്, ഓക്കെ, അയാളുടെ കോഡും റേഡിയസും സെയിം ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്താ റേഡിയസ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്,
അതിൻ്റെ കോഡും വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുക, ഇത് രണ്ടും ഈക്വലാണ്. അതായത് ഇത് റേഡിയസ് ആണെങ്കിൽ അതേ ലെങ്ത് തന്നെയാണ് ഇയാളും. അപ്പോൾ ഞാൻ ഇയാളെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതും ഒരു റേഡിയസ് അല്ലേ? അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് റേഡിയസ് ആണ്, ഇത് സെൻറ്റർ ആണ്, അപ്പോൾ അതും റേഡിയസ് ആണ്. സോ ദാറ്റ് മീൻസ് ഇത് എന്താണ് ആക്ച്വലി? ഇതൊരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ അയാളുടെ ആംഗിൾസ് എല്ലാം 60 60 60 ആയിരിക്കും. റെഡി? ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? ഫൈൻഡ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ മൈനർ ആർക്ക് ആൻഡ് ഓൾസോ അറ്റ് എ പോയിന്റ് ഓൺ ദ മേജർ ആർക്ക്. എന്ന് വെച്ചാൽ ഈ കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ആംഗിൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആർക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഒരു ആംഗിൾ മൈനർ ആർക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മേജർ ആർക്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആംഗിളാണ് അല്ലേ? കാരണം എന്താ? ഇതാണ് നമ്മുടെ കോഡ്. ഈ കോഡിൻ്റെ മേജർ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളാണ്, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ. നിങ്ങൾക്കറിയാം ഈ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 60യുടെ ഹാഫ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2x ആണെങ്കിൽ ഇത് x ആയിരിക്കും. അപ്പോൾ ഇത് 60 ആണെങ്കിൽ 60യുടെ ഹാഫ് എത്രയായിരിക്കും വരിക? 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് മേജർ ആർക്കിൽ വരുന്ന ആംഗിൾ കിട്ടി. ഇനി ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഈ ഒരു ആർക്കിൽ വരുന്ന ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാ ഇവിടെ ഈ ഒരു ആംഗിൾ അതായത് ഇത് മേജർ ആർക്കിൽ വരുന്ന ആളാണ്, ഇത് മൈനർ ആർക്കിൽ വരുന്ന ആളാണ്. ഞാൻ ഇയാൾക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് ABCD. നിങ്ങൾ നോക്കിയേ, ABCD എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ആക്ച്വലി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? കാരണം അതാ A അതിൽ വരുന്നുണ്ട്, B വരുന്നുണ്ട്, C വരുന്നുണ്ട്, D വരുന്നുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെന്നുള്ള മുന്നേ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ D എന്ന് പറയുന്ന ആംഗിളും B എന്ന് പറയുന്ന ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. ഇത് ഓൾറെഡി 30 ആണ്. ഇത് 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? അത് 150 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾ 150 ഡിഗ്രി ആയിരിക്കും. 150 ഡിഗ്രി സിമ്പിൾ അല്ലേ? അപ്പോൾ മൈനർ ആർക്കിൽ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രിയാണ്, മേജർ ആർക്കിൽ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ ദ കോഡ് ED ഈസ് പാരലൽ ടു ദ ഡയമീറ്റർ AC. ഫൈൻഡ് ആംഗിൾ CED. അതായത് ED എന്ന് പറയുന്ന ഗിവൺ ഫിഗർ കോഡ് ED എന്ന് പറയുന്ന കോഡ് എന്താണ്? ഡയമീറ്റർ ആയിട്ടുള്ള ACക്ക് പാരലാണ്. ഇതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ആംഗിൾ CED. ദ CED എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിളാണ്. ജസ്റ്റ് ഞാൻ അവരൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി വരുമല്ലോ. ഓക്കെ, സിയും ഇയും ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവർ രണ്ടുപേരും ജസ്റ്റ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, റെഡി? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? CED എന്ന് പറയുന്ന ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു ആംഗിള്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സോ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, CE എന്ന് പറയുന്ന ഈ ഒരു കോഡ്, ആ കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു മേജർ ആർക്കിൽ വരുന്ന രണ്ട് ആംഗിൾസ് നിങ്ങൾ നോക്കിയാൽ, ഈ ഒരു CEയുടെ കോഡിൽ വരുന്ന ഒരു ആംഗിളാണ് CBE, അതുപോലെ മറ്റൊരു ആംഗിളാണ് CAE. അപ്പോൾ CBE എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എത്രയാണോ അതേ വാല്യൂ ആയിരിക്കും CAE. കാരണം എന്താ? ഒരേ കോഡ് അത് ഉണ്ടാക്കുന്ന ഒരു ആർക്കിൽ വരുന്ന ആംഗിൾസ് ആണ്, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CBE എന്ന് പറയുന്ന ആംഗിൾ 70 ആണെങ്കിൽ CAE എന്ന് പറയുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും? 70 തന്നെയായിരിക്കും, 70 ഡിഗ്രി തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കൂലേ? ഏത് ആംഗിൾ? CEA എന്ന് പറയുന്ന ആംഗിൾ ആയിരിക്കും. കാരണം എന്താ? AC ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആണെങ്കിൽ സെമി സർക്കിളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുമെന്ന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതെല്ലാം തിയറിയിൽ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ഡയമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ സെമി സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കി, ACE എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രി, 70 ഡിഗ്രി. അപ്പോൾ ഇനി ബാക്കിയുള്ള ആംഗിൾ എത്രയാവണം? 180 ആവാൻ എത്രയും കൂടി വേണം? 90 + 70 160 ആയി. അപ്പോൾ ഇനി എത്രയും കൂടി വന്നു കഴിഞ്ഞാലാണ് 180 ആവുക? 20 ഡിഗ്രി കൂടി വന്നു കഴിഞ്ഞാലാണ്. സോ ഈ ആംഗിൾ എത്ര വരിക? 20 ഡിഗ്രി. ക്ലിയർ അല്ലേ? കാരണം എന്താണ്? ഈ ഒരു ട്രയാങ്കിൾ എല്ലാ ആംഗിൾസിൻ്റെയും സമ്മ് 180 വരണം. അപ്പോൾ 70 90 20 വരുമ്പോഴാണ് 180 വരിക. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് കോഡ് EDയും ഡയമീറ്റർ ACയും പാരലാണ്. അപ്പോൾ ED എന്ന് പറയുന്ന ലൈനും AC എന്ന് പറയുന്ന ലൈനും പാരലാണ്. ഈ രണ്ട് പാരൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്ന ട്രാൻസ്വേഴ്സിലാണ് ഈ പോകുന്നത് അല്ലേ?
ഇ ഡി എന്ന് പറയുന്ന പാരലൽ ലൈനെയും എ സി എന്ന് പറയുന്ന പാരലൽ ലൈനെയും കട്ട് ചെയ്ത് പോകുന്ന ട്രാൻസ്വേഴ്സിലാണ് ഈ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ 20 ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിളിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സാക്ട്ലി 20. കാരണം ഇവർ രണ്ട് പേരും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. നിങ്ങൾക്കറിയാം, 2 പാരലൽ ലൈൻസിന് ട്രാൻസ്വേഴ്സിൽ ഇൻ്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ട്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്, ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ട്, എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട്, ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ 2 പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് കാണാൻ പറഞ്ഞ ആളുടെ വാല്യൂ കിട്ടി 20 ഡിഗ്രി. ഒരു സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല, സെയിം ഡയഗ്രത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. എത്രത്തോളം സ്റ്റെപ്പ് മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സ്റ്റെപ്പ് മിനിമൈസ് ചെയ്യണം. കാരണം ഒരുപാട് സ്റ്റെപ്പ് എഴുതുന്നതിന് എല്ലാ മാർക്ക് ഫൈനൽ ആൻസർ മാർക്ക് ചെയ്യുന്നതിനാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് ഇനി നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയുള്ള തിയറിയിലോട്ട് പോകുന്നത് സർക്കിൾസുമായി റിലേറ്റ് ചെയ്തുള്ള കുറച്ചും കൂടെ ടെർമിനോളജീസ്. ഫസ്റ്റ് വരുന്നത് സീക്കൻഡ് ആൻഡ് ടാൻജൻ്റ് ആണ്. എന്താ സീക്കൻഡ്, എന്താണ് ടാൻജൻറ്റ്? ഇവിടെ പറയുന്നുണ്ട് സീക്കൻഡ് ടു എ സർക്കിൾ ഈസ് എ ലൈൻ ദാറ്റ് ഇൻ്റർസെക്ട്സ് ദ സർക്കിൾ ഇൻ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ്. അതായത് നിങ്ങൾക്കൊരു സർക്കിൾ ഉണ്ട്, ഓക്കെ, ഈ സർക്കിളിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ അത് കട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഒരു സീക്കൻഡ് ആണ്. ദാറ്റ്സ് ഇറ്റ്. റെഡി? ഇനി എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഈസ് എ ലൈൻ ദാറ്റ് ഇൻ്റർസെക്ട്സ് ദ സർക്കിൾ ഇൻ എക്സാക്ട്ലി 1 പോയിൻറ്റ്. സീക്കൻഡ് ആവുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ എത്ര വേണം സീക്കൻഡ് വരയ്ക്കാം, 2 പോയിൻറ്റ്സിൽ കട്ട് ചെയ്യുന്ന പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും സീക്കൻഡ് വരയ്ക്കാം. ബട്ട് ജസ്റ്റ് ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം ടച്ച് ചെയ്യുന്നുള്ളെങ്കിൽ അതെന്താണ്? അത് ടാൻജൻ്റ് ആണ്. ഇതാണ് സീക്കൻഡും ടാൻജൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എ ടാൻജൻറ്റ് ടു സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് ഇപ്പോൾ ഇവിടെ എ ക്യൂ എന്ന് പറയുന്നത് ഇയാൾ ഒരു ടാൻജൻ്റ് ആണ്. ഈ ക്യൂ എന്ന് പറയുന്ന പോയിൻ്റാണ് ഇവർ ടച്ച് ചെയ്യുന്നത്. ഈ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് സെൻറ്ററിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ റേഡിയസ് ഈ ഒരു ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇയാളുടെ സെൻറ്ററിൽ നിന്ന് ഞാൻ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലോട്ട് റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ അത് അവിടെ പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ എനി ടാൻജൻറ്റിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലോട്ട് സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന റേഡിയസ് ആ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. റെഡി? ഇനി ലെങ്ത് ഓഫ് 2 ടാൻജൻറ്റ്സ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. നിങ്ങൾക്ക് ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് ആ സർക്കിളോട്ട് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് എ ക്യൂയും എ പിയും 2 ടാൻജൻസ് ആണ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് എ ടു ദ സെയിം സർക്കിൾ വിത്ത് സെൻറ്റർ ഒ. സെയിം സർക്കിളിനാണ്. അങ്ങനെയാണെങ്കിൽ എ ക്യൂവിൻ്റെയും എ പിയുടെയും ലെങ്ത്തുകൾ ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത്, if 2 tangents are drawn to a circle from an external point, നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് വരച്ചു, then they subtend equal angles at the center. അവർ ഈക്വൽ ആംഗിൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ക്യൂ ഒ എ എന്ന് പറയുന്ന ആംഗിൾ, ക്യൂ ഒ എ എന്ന് പറയുന്ന ഈ ഒരു ആംഗിളും പി ഒ എ എന്ന് പറയുന്ന ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് ഈസിലി പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ 2 ട്രയാങ്കിളും കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പറയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അടുത്തത്, if 2 tangents are drawn to a circle from an external point, they are equally inclined to the segment joining the center to that point. എന്ന് വെച്ചാൽ ഇതേ കേസിൽ തന്നെ ഇവിടെയുള്ള ഒ എ ക്യു എന്ന് പറയുന്ന ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഒ എ പി എന്ന് പറയുന്ന ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ CPCT കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് ദി കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അതാണ് CPCT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രന്റ് ട്രയാങ്കിൾസ്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഈ 90 ഈ ഒരു ആംഗിൾ ഈക്വൽ, ഈ ഒരു ആംഗിൾ ഈക്വൽ. ഓഫ് കോഴ്സ് ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും റേഡിയസുകളാണ്, അതും ഈക്വൽ ആണ്. ഈ എ ഒ എന്ന് പറയുന്ന 2 ട്രയാങ്കിളിലും കോമൺ സൈഡ്സ് അതും ഈക്വൽ ആണ്. ഒരുപാട് പ്രോബ്ലംസിൽ ഈ ഈക്വാലിറ്റീസ് നിങ്ങൾക്ക് അറിയണം, എന്നാലേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. Prove that the tangents at the extremities of any chord make equal angles with the chord. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സർക്കിൾ ഉണ്ട്, സർക്കിൾ ഒരു കോഡ് ഉണ്ട്. ഓക്കെ, ഈ കോഡിൻ്റെ എക്സ്ട്രീമിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 2 പോയിൻറ്റ്സ് ആണ്. ആ 2 പോയിൻറ്റ്സിലൂടെയുള്ള ടാൻജൻസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് സെൻറ്ററിലൂടെ ആദ്യം ജസ്റ്റ് ഒരു ലൈനിങ് വരയ്ക്കാം. സെൻറ്ററിലൂടെ പോകുന്ന ലൈനാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ പോയിൻറ്റ്സിലോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ടാൻജൻസ് വരുന്നു. ഓക്കെ, സോ ഇത് എ എന്ന് പറയുന്ന പോയിൻ്റാണ് വിചാരിക്കുക, ഇത് പി, ഇത് ക്യൂ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് ടാൻജൻസ് അറ്റ് ദ എക്സ്ട്രീമിറ്റീസ് ഓഫ് എനി കോഡ്, ഈ ഒരു കോഡിൻ്റെ രണ്ട് എക്സ്ട്രീമിറ്റീസിലുള്ള കോഡ് ടാൻജൻ്റ് ആണെങ്കിൽ മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് ദ കോഡ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ആംഗിളും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആ കോഡുമായിട്ട് ടാൻജൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് പല രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ സെൻറ്റർ ഉണ്ടെങ്കിൽ ആ സെൻറ്ററുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിലുള്ള ആംഗിൾസിൻ്റെ സ്പെഷ്യാലിറ്റീസ് നിങ്ങൾക്കറിയാം, കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവിടെ ഞാൻ എനി 2 ട്രയാങ്കിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ പല രീതിയിൽ ഇത് പ്രൂവ് ചെയ്യാം. അതുകൊണ്ടാണ് ഫുൾ ഡയഗ്രാം വരച്ചത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ O എന്ന് വിളിച്ചു, ഈ ഒരു പോയിന്റ് ഞാൻ M എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നോക്കിയേ, ഈ ഒരു ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. നിങ്ങൾക്കറിയാം എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഒരു സർക്കിളോട്ട് വരയ്ക്കുന്ന ടാൻജൻസി ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ APയും AQയും ഈക്വൽ. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്കറിയാം AM എന്ന് പറയുന്ന ഈ 2 ട്രയാങ്കിളിലും കോമൺ സൈഡാണ്. ദാറ്റ്സ് ഓൾസോ ഫൈൻ. നിങ്ങൾക്കറിയാം ഇവിടെ ഈ ഒരു ടാൻജൻറ്റ് ഓക്കെ ഈ ഒരു ടാൻജൻറ്റിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനായിട്ടാണ് നമ്മൾ ഈ ലൈന് പോകുന്നത് അല്ലേ, സെൻറ്ററിലൂടെ വരുന്നത്. അപ്പോൾ ഇത് ഇയാളെ ബൈസെക്ട് ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ ഇവിടെയുള്ള PMഉം MQയും അതും ഈക്വൽ ആണ്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 3 സൈഡ്സ്, ഈ സൈഡ് ഈക്വൽ ആണ്, ഇത് രണ്ടും കോമൺ ആണ്, ഈ ഒരു സൈഡും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഈ 2 ട്രയാങ്കിളിലുള്ള സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് എസ് കോൺഗ്രൻസ് റൂൾ ഉപയോഗിച്ചിട്ട് ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രൻ്റ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് പാർട്സ് ആയിട്ടുള്ള 2 ആംഗിൾസ് ഈക്വൽ, അങ്ങനെ പറയാം. ഒരു മെത്തേഡ് അതാണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡിൻ്റെ കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു PAയും QAയും ഈക്വൽ, കാരണം ഈക്വൽ ടാൻജൻസ് ആണ്. ഈ ഒരു M എന്ന് പറയുന്ന 2 ട്രയാങ്കിളിനും കോമൺ സൈഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ ഈക്വൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഡിഫറൻറ്റ് ആംഗിൾസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 2 ഡിഫറൻറ്റ് ആംഗിൾസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു സൈഡിനോട് ഈക്വൽ, ഇത് രണ്ടിനും കോമൺ, ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആംഗിൾ ഈക്വൽ. SAS റൂൾ ഉപയോഗിച്ചിട്ട് ഇവർ 2 പേരും എന്താണ് കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ഈക്വൽ ആയില്ലേ. ഇങ്ങനെ പല രീതിയിൽ കോൺഗ്രൻസി പ്രൂവ് ചെയ്യാം. ഇനി ഇത് ഇങ്ങോട്ട് വരച്ച എന്തിനാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രേറ്റർ ട്രയാങ്കിൾസ് രണ്ടും കൺസിഡർ ചെയ്തിട്ട് അങ്ങനെയും ഇത് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റും. പല രീതിയിൽ മൾട്ടിപ്പിൾ വേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റിന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ഒരിക്കലും IOQM ചോദിക്കില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഒരാൾക്ക് ഇതിൻ്റെ പ്രൂഫ് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. റെഡി? അടുത്ത് സെഗ്മെൻറ്റ് ഓഫ് എ കോഡ്, അതാണ് അടുത്തൊരു കോൺസെപ്റ്റ് എന്നുള്ളത്. എന്താ സെഗ്മെൻറ്റ് ഓഫ് എ കോഡിൽ പറയുന്നത്? ലെറ്റ് AB be a code and AB be a code of a circle and let P be a point on AB inside a circle. Then P is said to divide AB internally into 2 segments P and PB. ഓക്കെ, AB എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, ആ കോഡിലൊരു പോയിന്റ് P ഉണ്ട്. ആ P എന്ന് പറയുന്ന പോയിന്റ് ഈ കോഡിനെ 2 പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു കോഡും കൂടി ഉണ്ട്, അതേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് വിചാരിക്കുക. ദാറ്റ് മീൻസ് 2 കോഡ്സ് ഇന്റർസെക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് 2 കോഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ വെൻ പ്രൊഡ്യൂസ്ഡ്, അതായത് 2 കോഡ്സ് ഇതുപോലെ ഇൻസൈഡ് ഇന്റർസെക്ട് ചെയ്യാം, ബട്ട് സംടൈംസ് ഇൻസൈഡ് ഇന്റർസെക്ട് ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ CD-യും AB എടുക്കുകയാണെങ്കിൽ ഇൻസൈഡ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മളത് എക്സ്റ്റേണലി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എക്സ്റ്റേണലി ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദ റെക്ടാങ്കിൾ ഫോംഡ് ബൈ 2 segments of 1 chord is equal in area to the rectangle formed by 2 segments of another chord. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നുകൂടി ഈസിയാണ് മനസ്സിലാക്കാൻ. APയും PBയും അതുപോലെ തന്നെ CPയും PDയും, ഇതാണ് ആ പോയിന്റ് സെഗ്മെൻറ്റ്, ആ ഒരു പോയിന്റ് ഇവരെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ APയും PBയും ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ആവുന്ന രീതിയിൽ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. വേറൊരു റെക്റ്റാങ്കിൾ CPയും PDയും ലെങ്ത്തും ബ്രെഡ്ത്തും ആവുന്ന രീതിയിൽ മറ്റൊരു റെക്റ്റാങ്കിൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ APയും PBയും സൈഡ് വരുന്ന റെക്റ്റാങ്കിളിൻ്റെയും CPയും PDയും സൈഡ് വരുന്ന റെക്റ്റാങ്കിളിൻ്റെയും ഏരിയാസ് ഈക്വൽ ആയിരിക്കും. സിംപ്ലി പറയുകയാണെങ്കിൽ AP ഇൻറ്റു PBയും CP ഇൻറ്റു PDയും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായോ? അതിന് ജോമെട്രിക്കലി പറഞ്ഞതേ ഉള്ളൂ. കാരണം AP ഇൻറ്റു PB എന്ന് പറഞ്ഞാൽ എന്താ, AP ലെങ്ത്തും PB ബ്രെഡ്ത്തും ആണെങ്കിൽ അതെന്താണ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സായി വരുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് AP ഇൻറ്റു PB. സിമിലർലി CP ഇൻറ്റു PD, CPയും PDയും സൈഡ്സ് ആണെങ്കിൽ CP ഇൻറ്റു PD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈഡ്സായി വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് ഈക്വൽ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഐഡിയ ക്ലിയർ ആവും, എന്താണ് പറയുന്നത് ഒന്നുകൂടെ ക്ലാരിറ്റി വരും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവും. ഓക്കെ, ക്വസ്റ്റ്യൻ: 2 chords AB and CD of a circle intersect each other at O internally. If AO is equal to 3.5 cm, CO is equal to 5 cm, DO is equal to 7 cm, find OB. ഓക്കെ, ജസ്റ്റ് റഫ് ആയിട്ട് ഡയഗ്രാം വരയ്ക്കുക, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഒരു സർക്കിൾ ഉണ്ട്, 2 chords ഉണ്ട് ABCD. ഇപ്പോൾ ഞാൻ 2 chords വരയ്ക്കുകയാണ്. AB ഉണ്ട്, CD ഉണ്ട്. ഓക്കെ, A
ബി സി ഡി. റെഡി? പോയിൻറ്റ് ഒ ആണ്. എ ഒ എന്ന് പറയുന്ന ലെങ്ത്ത് എന്താണ്? എ ഒ പറയുന്ന ലെങ്ത്ത് 3.5 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സി ഒ എത്രയാണ്? 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഡി ഒ 7 ആണ്. ഫൈൻഡ് ഒ ബി. ഒ ബിയുടെ ലെങ്ത്ത് കാണണ്ടേ? നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എ ഒ ഇൻറ്റു ഒ ബി ചെയ്താലും സി ഒ ഇൻറ്റു ഒ ഡി ചെയ്ത് കഴിഞ്ഞാലും സെയിം ആണ് അല്ലേ? എന്നാൽ എ ഒ ലെങ്ത്തും ഒ ബി ബ്രെഡ്ത്തായിട്ട് വരുന്ന റെക്ടാങ്കിളിൻ്റെ ഏരിയയും സി ഒ ലെങ്ത്തും ഒ ഡി ബ്രെഡ്ത്തായിട്ട് വരുന്ന മറ്റൊരു റെക്ടാങ്കിളിൻ്റെ ഏരിയയും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എ ഒ ഇൻറ്റു ഒ ബി ഇസ് ഈക്വൽ ടു സി ഒ ഇൻറ്റു ഒ ഡി. എ ഒ എന്ന് പറഞ്ഞാൽ 3.5 ഇൻറ്റു ഒ ബി ഇസ് ഈക്വൽ ടു സി ഒ 5 ആണ്, ഒ ഡി 7 ആണ്. ഇപ്പോൾ ഒ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5 ഇൻറ്റു 7 ബൈ 3.5. 7 ബൈ 3.5 2. 5 ഇൻറ്റു 2 10. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 10 സെൻറ്റിമീറ്റർ. റെഡി അല്ലേ? ഒ ബി എന്ന് പറയുന്ന ആളുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റേഴ്സ്. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് കഴിഞ്ഞു. റെഡി അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയാലും സംഭവം ഇത്രയേ ഉള്ളൂ. റെഡി? യെസ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ്. If PAB is a secant to a circle intersecting the circle at A and B and PT is a tangent segment, then P and PB is equal to PT square. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, പി എ ബി എന്ന് പറയുന്ന ആളൊരു സീക്കൻ്റ് ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് ഒരു എക്സ്റ്റേണൽ പോയിൻ്റ് നിന്ന് ഓക്കെ, ഇതാണ് പി, ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, അപ്പോൾ ഈ പി എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്കൻ്റാണ്. കാരണം എന്താണ്? ഈ സർക്കിളിന് 2 പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? ഇനിയോ അത് അടുത്തെന്താ പറയുന്നത്? പി ടി ഇസ് എ ടാൻജൻറ്റ് സെഗ്മെൻറ്റ്. അപ്പോൾ ഞാൻ ടി എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിന് ടി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പിയിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ടാൻജൻ്റ് ആണ് ഇയാളെ. ഇതെന്താണ്? ഒരു സീക്കൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി ടി സ്ക്വയർ ആയിരിക്കും. അത് ഈ ഒരു ലെങ്ത്ത് ഇൻറ്റു ഈ ടോട്ടൽ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു ഈ ഒരു ലെങ്ത്തിൻ്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇത് ഒരു രീതിയിലും കൂടി നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈനും കൂടി ഇങ്ങനെ ഉണ്ടായിരുന്നു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പിയിൽ നിന്ന് മറ്റൊരു സീക്കൻ്റ് ഉണ്ടായിരുന്നു വിചാരിക്കുക. ഓക്കെ, ഇത് സി ഡി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയാൻ പറ്റും. സെയിം രീതി. ആക്ച്വലി ഈ ഒരു സീക്കൻ്റ് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ അടുത്ത് വരും വന്ന് ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഇത് ടച്ച് ചെയ്യും. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ എന്തല്ല, ഈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ലെങ്ത്തുകളുണ്ട്, പി സി പി ഡി. പി എ പി ബി 2 ലെങ്ത്ത് ഉണ്ട്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ പിന്നെ 2 ലെങ്ത്ത് ഇല്ല, ഒരു ലെങ്ത്തേ ഉള്ളൂ. ഓ പി ടി ഇൻറ്റു പി ടി, അതാണ് പി ടി സ്ക്വയർ ആവുന്നത്. സിമ്പിൾ ലോജിക്കാണ്. മനസ്സിലായോ? ഈ 2 കാര്യം മനസ്സിലാക്കി വെക്കണം. 2 ഇക്വേഷൻസും നിങ്ങൾക്ക് അറിയണം. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ്, അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സ്. ആംഗിൾ ഇൻ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ്സ്. എന്താണ് ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? ലെറ്റ് പി എ ക്യൂ ബി എ ടാൻജൻറ്റ് to a circle at point A and AB be chord. Okay, then the segment opposite to the angle formed by the chord of a circle with the tangent at a point is called alternate segment of that angle. ഡയഗ്രാം വരയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സർക്കിളിൻ്റെ ഓക്കെ, പി എ ക്യു എന്ന് പറയുന്നത് എന്താണ്? ടാൻജൻ്റ് ആണ് സർക്കിളിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ. ഞാൻ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. പി എ ക്യു. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റാണ് പോയിന്റ് ഓഫ് കോൺടാക്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പോയിന്റ് എയിലാണ് ടാൻജൻറ്റ് വരുന്നത്. എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോഡാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, എ ബി ഒരു കോഡാണ്. അപ്പോൾ എയിൽ നിന്ന് ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ നിന്ന് എന്തുണ്ട്? ഒരു കോഡുണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്നത് കോഡാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ദെൻ ദ സെഗ്മെൻറ്റ് ഓപ്പോസിറ്റ് ടു ദ ആംഗിൾ ഫോംഡ് ബൈ ദ കോഡ് ഓഫ് എ സർക്കിൾ വിത്ത് എ ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് ഫോർ ദാറ്റ് ആംഗിൾ. എന്ന് വെച്ചാൽ സെഗ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഈ ഒരു കോഡ് വരികയാണെങ്കിൽ ഇവിടെ ഒരു മേജർ സെഗ്മെൻറ്റ് വരുന്നുണ്ട്, മൈനർ സെഗ്മെൻറ്റ് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ദ ആംഗിൾ ഫോംഡ് ബൈ ദ കോഡ് ഓഫ് എ സർക്കിൾ വിത്ത് എ ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടാൻജൻറ്റും കോഡും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സെഗ്മെൻറ്റ്, അതാണ് ഈ ഒരു സെഗ്മെൻറ്റ്. അതിനാണ് എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് ഫോർ ദാറ്റ് ആംഗിൾ. ഈ ഒരു ആംഗിളിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ്. ഞാൻ ഈ ഒരു ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് ആരായിരിക്കും? ഇയാളായിരിക്കും അല്ലേ? ഈ ഒരു ആംഗിൾ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് ഇയാളാണെങ്കിൽ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന ആളാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി അതുമായി റിലേറ്റഡ് തിയറം ഉണ്ട്. തിയറം പറയുന്നത് ഇതാണ്: എ ലൈൻ ടച്ചസ് എ സർക്കിൾ ആൻഡ് ഫ്രം ദ പോയിന്റ് ഓഫ് കോൺടാക്ട് എ കോഡ് ഈസ് ഡ്രോൺ. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ലൈൻ ഉണ്ട്, അതിന് ടച്ച് ചെയ്യുന്നുണ്ട്, ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ നിന്നൊരു കോഡ് വരച്ചിട്ടുണ്ട്.
the angles which the chord makes with the given line are equal respectively to angles formed in the corresponding alternate segments. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലൈൻ ഉണ്ട്, ആ ലൈൻ സർക്കിളിനെ ടച്ച് ചെയ്യുന്നുണ്ട്, ദാറ്റ് മീൻസ് അതൊരു ടാൻജൻ്റ് ആണ്. ആ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഒരു കോഡ് വരച്ചു, ആ കോഡും ഈ ഒരു ലൈനും തമ്മിൽ അല്ലെങ്കിൽ ഈ ടാൻജൻറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അകത്ത്, ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ്, ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ്, അതിന് നമ്മൾ പറഞ്ഞ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് എന്ന്, ആ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് അകത്ത് വരുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ വരുന്ന ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. സിമിലർലി ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പുറത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് ഈക്വൽ ആയിരിക്കും. സെയിം രീതി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാണ്, രണ്ടും വരച്ച് കോംപ്ലിക്കേറ്റ് ആക്കാതിരിക്കാൻ. അപ്പോൾ ഇവിടെ വരുന്ന വൈ ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും? വൈ തന്നെയായിരിക്കും. റെഡി അല്ലേ? അതാണ് പറഞ്ഞത്, ആ ഒരു കോഡും ആ ലൈനും അല്ലെങ്കിൽ ആ ടാൻജൻറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇത് 20 ഡിഗ്രി ആകും എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി മൈൻഡിലോട്ട് വരണം. റെഡി? ഇനി കോമൺ ടാൻജൻസ് ടു സർക്കിൾസ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. കോമൺ ടാൻജൻസ്. എ ലൈൻ വിച്ച് ടച്ചസ് ദ ടു ഗിവൺ സർക്കിൾസ് ഈസ് കോൾഡ് കോമൺ ടാൻജൻറ്റ് ടു ദ ടു സർക്കിൾസ്. ഇപ്പോൾ ഒരു ടാൻജൻറ്റിനെ കോമൺ ടാൻജൻറ്റ് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അത് രണ്ട് സർക്കിൾസിനും കോമൺ ആവണം, രണ്ട് പേരെയും ടച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു സർക്കിൾ ഉണ്ട്, ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ. എൽ എന്ന് പറയുന്ന ആൾ രണ്ടുപേരും ടച്ച് ചെയ്യുന്നുണ്ട്, എം ടച്ച് ചെയ്യുന്നുണ്ട്, പി രണ്ടുപേരും ടച്ച് ചെയ്യുന്നുണ്ട്, ക്യൂ രണ്ടുപേരും ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ലൈൻസും ഓരോ ടാൻജൻസ് ആണ്. റെഡി? അപ്പോൾ ഇവിടെ ഈ ഓരോ സർക്കിൾസ്, ഇപ്പോൾ ഫസ്റ്റ് സർക്കിളിന് O1 ആണ് സെൻറ്റർ, R1 ആണ് റേഡിയസ്. ഓക്കെ, അതാണ് CO1 R1 എന്ന് പറഞ്ഞത്. ആ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ O1 ആണ്, ഇയാളുടെ റേഡിയസ് R1 ആണ്. അടുത്ത സർക്കിളിൻ്റെ സെൻറ്റർ O2 ആണ്, റേഡിയസ് R2 ആണ്. B2 ഗിവൺ സർക്കിൾസ്, ഇത് രണ്ട് ഗിവൺ സർക്കിൾസ് ആണ്. ലെറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് O1 ആൻഡ് O2 ബി D. ഈ സെൻറ്ററുകൾ O1 O2 തമ്മിലുള്ള ഈ ഒരു സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് D എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. O1 O2 = D ആണെങ്കിൽ ഡിഫറെൻറ്റ് കേസുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് കേസ് ഫിഗർ 1 എന്താ പറയുന്നത്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R1 R2 ആഡ് ചെയ്തതിനേക്കാൾ കൂടുതലല്ലേ? കാരണം നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഡയഗ്രം നോക്കിയേ, ഇത് രണ്ടുപേരും കറക്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ O1 മുതൽ P വരെ എന്ന് പറഞ്ഞാൽ R1 ആണ്, P മുതൽ O2 വരെ R2 ആണ്. അപ്പോൾ R1 R2 ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, O1 O2 തമ്മിലുള്ള ഡിസ്റ്റൻസ്. പക്ഷേ ഇവിടെ O1 മുതൽ ഈ ഒരു പോയിന്റ് വരെയാണ് R1, ഇവിടെ മുതൽ ഇവിടെ വരെയാണ് R2, അതിൻ്റെ കൂടെ വീണ്ടും എക്സ്ട്രാ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 R2 ആഡ് ചെയ്തതിനേക്കാൾ കൂടുതലാണ്. റെഡി? ഇനി എന്താ പറയുന്നത്? ടു സർക്കിൾസ് ഡോട്ട് ഇൻ്റർസെക്റ്റ്. ആ കേസ് ആകുമ്പോൾ സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്യൂല. കാരണം എന്താ? ഇവർ രണ്ടും ഒരു ഡിസ്റ്റൻസിലായതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് റേഡിയസുകൾ ആഡ് ചെയ്തതിനേക്കാൾ കൂടുതലായത്. ഇൻ്റർസെക്റ്റ് ചെയ്യൂല. ആ കേസിൽ 4 കോമൺ ടാൻജൻസ് ആർ പോസിബിൾ. നിങ്ങൾക്ക് ഇങ്ങനെ 4 കോമൺ ടാൻജൻസ് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. അതിൽ ദ ടാൻജൻറ്റ് ലൈൻസ് L ആൻഡ് M ആർ കോൾഡ് ഡയറക്റ്റ് കോമൺ ടാൻജൻസ് ആൻഡ് ദ ടാൻജൻറ്റ് ലൈൻസ് P ആൻഡ് Q ആർ കോൾഡ് ഇൻഡയറക്റ്റ് അഥവാ ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജൻസ്. ഇവിടെയുള്ള L-ഉം M-ഉം ഡയറക്റ്റ് കോമൺ ടാൻജൻസ് ആണ്. ബാക്കി രണ്ട് പേരെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഡയറക്റ്റ് അഥവാ ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജൻസ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ ഒരു ഡയഗ്രത്തിലോട്ട് വരുന്ന സമയത്ത് അവർ ജസ്റ്റ് ടച്ച് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഈ R1 R2 ആഡ് ചെയ്താൽ എത്രയാണോ അത് തന്നെയാണ് ഈ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ D = R1 + R2 ആണ്. അതായത് 2 സർക്കിൾസ് ടച്ച് എക്സ്റ്റേണലി ആൻഡ് ദർ ആർ 3 കോമൺ ടാൻജൻസ്. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഈ രണ്ടാളുകൾക്ക് പകരം ഒരൊറ്റ ആളെ പിന്നീട് പോസിബിൾ ആവുള്ളൂ. മറ്റു രണ്ടാൾക്കാർ ഡയറക്റ്റ് കോമൺ ടാൻജൻസ് അവിടെ ഉണ്ടാവും. സിമ്പിൾ ലോജിക് അല്ലേ? യെസ്. അടുത്ത കേസിലോട്ട് പോകാം. അതായത് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഈ രണ്ട് സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? O1 O2 തമ്മിലുള്ള ഡിസ്റ്റൻസ് R1 + R2 കുറഞ്ഞു. കാരണം ആദ്യം ഇവർ അപ്പാർട്ട് ആവുന്ന സമയത്ത് ഈ രണ്ട് റേഡിയസുകൾ ആഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരുന്നു ഡിസ്റ്റൻസ്. ടച്ച് ചെയ്യുമ്പോൾ രണ്ട് ഡിസ്റ്റൻസ് ഈക്വലായി. ഇവർ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് റേഡിയസുകൾ ആഡ് ചെയ്ത വാല്യൂവിനേക്കാൾ കുറഞ്ഞു വരും. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഈ ഡിസ്റ്റൻസ് <R1 + R2 ആണ്. ഇൻ ദിസ് കേസ് 2 സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ഇൻ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഈ ഒരു പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദർ ആർ ഓൺലി 2 കോമൺ ടാൻജൻസ്. ആ കേസിൽ നിങ്ങൾക്ക് 2 കോമൺ ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം നേരത്തെ വരച്ച പോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം ഇതെന്താണ്? ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഇനി അടുത്ത കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സർക്കിൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ സർക്കിൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നത് D എന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R1 - R2 ആണ്. അത് R1 എന്ന് പറഞ്ഞാൽ ഔട്ടർ വരുന്ന ഈ ഗ്രേറ്റർ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, R2 എന്ന് പറഞ്ഞാൽ സ്മോളർ റേഡിയസിൻ്റെ സർക്കിളാണ്. അതുകൊണ്ടാണ് R1 > R2 എന്ന് പറഞ്ഞത്. ആ കേസിൽ ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 ഉം R2 തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ കേസിൽ എന്താ വരുന്നത്? 2 സർക്കിൾസ് ടച്ച് ഇൻറ്റേർണലി ആൻഡ് ദർ ഈസ് ഓൺലി 1 കോമൺ ടാൻജൻറ്റ്. ആ ടച്ച് ചെയ്യുന്ന പോയിന്റിലൂടെ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? കോമൺ ടാൻജൻറ്റ് സംഭവിക്കുള്ളൂ.
ഇനി അടുത്തൊരു കേസിലോട്ട് വരികയാണെങ്കിൽ ഫിഫ്ത്ത് ഫിഗറിൽ എന്താ വരുന്നത്? ദ സർക്കിൾസ് CO2R2 ലൈസ് ഹോളി ഇൻ ദ സർക്കിൾ CO1R1 ആൻഡ് ദർ ഈസ് നോ കോമൺ ടാൻജൻറ്റ്. അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് കിടക്കുകയാണ്, ടച്ചിങ് ഒന്നുമില്ല അതിൻ്റെ കംപ്ലീറ്റ് അകത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കോമൺ ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് ഈ ഉള്ളിലോട്ടുള്ള ആളെ ടാൻജൻറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുള്ള സർക്കിളിൻ്റെ സീക്കൻ്റ് ആയിട്ട് മാറും, ഒരിക്കലും ടാൻജൻ്റ് ആയിട്ട് വരില്ല. ക്ലിയർ അല്ലേ? ഇതാണ് 5 കേസസ്. രണ്ടുപേരും അപ്പാർട്ടായി നിൽക്കുന്നു, ജസ്റ്റ് ടച്ച് ചെയ്യുന്നു, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, ഒരാൾ ഉള്ളിൽ ടച്ച് ചെയ്യുന്നു, ഒരാൾ ഉള്ളിൽ ടച്ച് ചെയ്യാതെ കിടക്കുന്നു. 5 കേസസ്. റെഡി അല്ലേ? ഇനി നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കോമൺ ടാൻജൻസ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് അഥവാ ഇൻഡയറക്റ്റ് ടാൻജൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ കോമൺ ടാൻജൻസ്, ഡയറക്റ്റ് കോമൺ ടാൻജൻസിൻ്റെ ലെങ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് d² മൈനസ് R മൈനസ് r². ഓക്കെ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കറിയാം. ക്യാപിറ്റൽ ആറും സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ അതിൽ ഗ്രേറ്റർ സർക്കിളും സ്മോളർ സർക്കിളും ഉണ്ടല്ലോ, അവർ രണ്ട് പേരുടെയും റേഡിയസുകളാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തെടുത്താലും കുഴപ്പമില്ല, കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിക്കോളും. അതായത് ഓരോ സർക്കിൾസിൻ്റെ റേഡിയസുകൾ എടുക്കുക, ഡിഫറൻസ് സ്ക്വയർ, അത് ഈ d² സബ്ട്രാക്ട് ചെയ്ത് സ്ക്വയർ റൂട്ട് കാണാം. റെഡി? അതായത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. റെഡി? അത് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഐഡിയ കിട്ടും. 2 സർക്കിൾസ് ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി. ഓക്കെ, പുറത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. ദർ റേഡിയ ആർ 9 cm ആൻഡ് 4 cm ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ് ഈസ് 13 cm. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദെയർ കോമൺ ടാൻജൻറ്റ് സെഗ്മെൻറ്റ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ പഠിച്ചത്? ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റിൻ്റെ ലെങ്ത് TD എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റ്. ഓക്കെ, അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് d² മൈനസ് R മൈനസ് r². ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 13. അപ്പോൾ 13² മൈനസ് ഒരു റേഡിയസ് 9 ആണ്, ഒരു റേഡിയസ് 4 ആണ്, അപ്പോൾ 9 - 4 is equal to 13² 169 minus 9 - 4 5 5² 25 169 25 പോയി കഴിഞ്ഞാൽ 144. സോ ദാറ്റ്സ് ഈക്വൽ ടു 12 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 12 cm. ക്ലിയർ അല്ലേ? സിമ്പിൾ പരിപാടി അല്ലേ? ഇനി ഒരാൾ 9 4 ഇൻ്റർചേഞ്ച് ചെയ്തു വിചാരിക്കുക. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇൻ്റർചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ 9 - 4 4 - 9 എന്താ? 4 - 9 -5. -5 സ്ക്വയർ എന്താ? 25. പോസിറ്റീവ് ആവും. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? യെസ്. ഇനി ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജൻറ്റിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കാണുക? ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജൻറ്റ് ലെങ്ത് കാണാൻ d² മൈനസ് R + R² ആണ്. രണ്ട് പേരും ഇത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള കോമൺ ടാൻജൻറ്റ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഈ രണ്ട് പേരുടെ റേഡിയസുകളുടെ, ഒന്ന് ക്യാപിറ്റൽ ആറും ഒന്ന് സ്മോൾ ആറാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, രണ്ട് പേരുടെ റേഡിയസ് ആഡ് ചെയ്ത് സ്ക്വയർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. റെഡി? അടുത്ത കേസ്. 2 സർക്കിൾസ് വിത്ത് റേഡിയൈ A ആൻഡ് B റെസ്പെക്റ്റീവ്ലി ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി. ഓക്കെ, നിങ്ങൾക്ക് A എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സർക്കിളും B എന്ന് പറയുന്ന റേഡിയസ് ഉള്ള സർക്കിളും ഉണ്ട്. അവർ ഇത് എക്സ്റ്റേണലി ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്. ലെറ്റ് C be the radius of a circle that touches these 2 circles as well as a common tangent to the 2 circles. അതായത് C റേഡിയസ് വരുന്ന ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഈ A റേഡിയസ് ഉള്ള സർക്കിളിൻ്റെയും B റേഡിയസ് ഉള്ള സർക്കിളിൻ്റെയും ഒരു കോമൺ ടാൻജൻറ്റ് ഉണ്ട്. ആ കോമൺ ടാൻജൻറ്റിനെയും ഈ രണ്ട് സർക്കിൾസിനെയും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സർക്കിളാണ് ഇവിടെയുള്ള C എന്ന റേഡിയസ് ഉള്ള സർക്കിൾ. അപ്പോൾ 3 പേരെയും ഇയാൾ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/√C is equal to 1/√A + 1/√B ആയിരിക്കും. CAB ഒക്കെ എന്താണ്? ഓരോ സർക്കിളിൻ്റെയും റേഡിയസുകളാണ്, അതിൻ്റെ ലെങ്ത്തുകളാണ്. അപ്പോൾ 1/√C is equal to 1/√A + 1/√B ആയിരിക്കും. ഓക്കെ, അടുത്തൊരു കേസ്. 3 സർക്കിൾസ് വിത്ത് സെൻറ്റേഴ്സ് C1 C2 C3 വിത്ത് റേഡിയൈ R1 R2 R3 വേർ R1 R2 R3 ആർ പ്ലേസ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് നിങ്ങൾക്ക് 3 സർക്കിൾസ് ഉണ്ട്. C1 C2 C3 ആണ് സെൻറ്റർ, റേഡിയസ് R1 R2 R3 ആണ് റേഡിയസുകൾ. അങ്ങനെയാണ് എങ്കിൽ ഇവരിത് ജസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാവരും ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഇയാളുടെ റേഡിയസ് R2 എന്ന് പറയുന്ന റേഡിയസിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് R1 × R3 ചെയ്താൽ മതി. ഓക്കെ, ഇവർ രണ്ട് പേരുടെയും റേഡിയസുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുത്താൽ ഇയാളുടെ റേഡിയസ് കിട്ടും. അതിൽ R1 ആണ് ഏറ്റവും സ്മോളസ്റ്റ് വൺ, R3 ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് വൺ അല്ലേ? ഇതാണ് ഗ്രേറ്റസ്റ്റ്, ഇതാണ് സ്മോളസ്റ്റ്. അത് ഒരു ഐഡിയ ഉണ്ടാവണം. റെഡി? യെസ്. ഇനി പോളിഗൺസുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടി, കാരണം പോളിഗൺസും കൂടി സർക്കിൾസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടുന്നതായിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലൊക്കെ പറഞ്ഞു അല്ലേ? അതേപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പോളിഗണിൻ്റെ കുറച്ച് ഐഡിയ കിട്ടണം. ഫസ്റ്റ് ഡയഗണൽ ഓഫ് എ പോളിഗൺ നിങ്ങൾക്ക് അറിയുന്ന എന്താ? ഡയഗണൽ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി 2 കോൺസിക്യൂട്ടീവ് വെർട്ടീസസ് ഓഫ് എ പോളിഗൺ ഈസ് കോൾഡ് ഡയഗണൽ. ഇറ്റ്സ് ഡയഗണൽ അല്ലേ? എനി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വെർട്ടീസസ് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെയാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഇനി കോൺവെക്സ് പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് പോളിഗൺ ഉണ്ട്, കോൺകേവ് പോളിഗൺ ഉണ്ട്. നിങ്ങൾ ക്വാഡ്രിലാറ്ററൽസിൽ പഠിച്ചിട്ടുണ്ടാവും. കോൺവെക്സ് പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഓൾ ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ആർ less than 180 degree it is called a convex polygon. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ ലെസ് ദാൻ 180
പക്ഷേ ഈ ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ആണ്. അപ്പോൾ ഇയാൾ കോൺവെക്സ് ആണോ? അല്ല, ഇയാൾ എന്താണ്? കോൺകേവ് ആണ്. എല്ലാ ആംഗിൾസും ലെസ് ദാൻ 180 ആണ്. അപ്പോൾ ട്രയാങ്കിൾ എല്ലാ ആംഗിൾസും ലെസ് ദാൻ 180 അല്ലേ? റെക്ടാങ്കിൾ എല്ലാ ആംഗിൾസും ലെസ് ദാൻ 180 അല്ലേ? ഇതെല്ലാം പോസിബിൾ ആണ്. ഇതെല്ലാം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺവെക്സ് പോളിഗണിൽ വരുന്നതാണ്. റെഡി? കോൺകേവ് പോളിഗൺ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് വൺ ഓർ മോർ ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ഗ്രേറ്റർ ദാൻ 180 ദാറ്റ് ഈസ് റിഫ്ലെക്സ് ഇറ്റ് ഈസ് കോൾഡ് എ കോൺകേവ് പോളിഗൺ. ഏതെങ്കിലും ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ആയാൽ തന്നെ അത് കോൺകേവ് ആയിട്ട് മാറി. ഓക്കെ, ഗ്രേറ്റർ ദാൻ 180 വരുന്ന ആംഗിൾസിനെ യൂഷ്വലി നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയാറുണ്ട് അല്ലേ? നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആംഗിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, റിഫ്ലക്സ്, ഫുൾ ആംഗിൾ, ഇങ്ങനെ പല പല ആംഗിൾസ് അതിൽ വരുന്ന ആ ഒരു ടെർമിനോളജിയാണ് റിഫ്ലക്സ് ആംഗിൾ. റെഡി? യെസ്. ഇനി കുറച്ച് ജനറൽ പോയിന്റ്സ് ഇവിടെ ഉണ്ട്. റെഗുലർ പോളിഗൺ. എന്താണ് റെഗുലർ പോളിഗൺ? റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പോളിഗൺ ഈസ് കോൾഡ് റെഗുലർ പോളിഗൺ ഇഫ് ഓൾ ഇറ്റ് സൈഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത് ആൻഡ് ഓൾ ദ ആംഗിൾസ് ഹാവ് ഈക്വൽ മെഷർ. എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത്തുകളായിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള പോളിഗൺസിനെയാണ് റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്വയർ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ? ഈ റെഗുലർ പോളിഗൺസ്, റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, ഇവരെല്ലാവരും എന്താണ്? റെഗുലർ പോളിഗൺസ് ആണ്. ഇനി ദ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ കോൺവെക്സ് പോളിഗൺ ഓഫ് n സൈഡ്സ് ഈസ് 2n-4 റൈറ്റ് ആംഗിൾസ് ഓർ 2n-4 × 90. 2n-4 റൈറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2n-4 × 90 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു കോൺവെക്സ് പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിന് സം കിട്ടും. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെയും പറയാറുണ്ട്, n-2 × 180. രണ്ടും സെയിം ആണ്. കാരണം എന്താ? ഇതിലൊരു 2 കോമൺ ആണ്, ഇതിലൊരു 2 കോമൺ ആണ്. ആ 2നെ പുറത്തോട്ട് എടുത്താൽ 2 × 90 180 ആവും. ഇവിടുന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി n ഉണ്ടാവുള്ളൂ. ആ n ആണിത് അല്ലേ? ഇവിടുന്ന് 4ന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ n-2 × 180 ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെയാണ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ കോൺവെക്സ് പോളിഗൺ ഈസ് 4 റൈറ്റ് ആംഗിൾസ് ഓർ 360. ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് നമ്പർ ഓഫ് സൈഡ്സ് മാറുമ്പോൾ മാറും. കാരണം എന്താ? ഫോർമുല n-2 × 180 ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. n1 അല്ലെങ്കിൽ n3, 4, 5, 6, 7 ഇങ്ങനെ ഓരോരോ വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ മാറും. പക്ഷേ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോർമുല ഒന്നും ആലോചിക്കണ്ട. എന്നീ പോളിഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ്, എന്നീ കോൺവെക്സ് പോളിഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, ക്വാഡ്രാറ്ററൽ ആയിക്കോട്ടെ, ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ, 360 ഡിഗ്രി. വേറെ ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യണ്ട. റെഡി? ഇനി ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ n സൈഡഡ് പോളിഗൺ ഈസ് 2n-4 × 90 ബൈ n. അതായത് 2n-4 × 90 എന്ന് പറയാം, അല്ലെങ്കിൽ n-2 × 180 ബൈ n എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ? റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ റെഗുലർ പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വലാ. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മിനെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര സൈഡ് ഉണ്ടോ അത്ര ആംഗിൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്പർ ഓഫ് സൈഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആംഗിളുടെയും വാല്യൂ കിട്ടും. ഇനി ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഓഫ് n സൈഡ്സ് ഈസ് 360 ബൈ n. ഓരോ എക്സ്റ്റീരിയർ ആംഗിളുടെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എക്സ്റ്റീരിയർ ആംഗിളുടെ വാല്യൂസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ആ 360യെ n വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ബൈ n ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓരോ എക്സ്റ്റീരിയർ ആംഗിളുടെയും വാല്യൂസ് കിട്ടും. അല്ലേ? സിമ്പിൾ കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ 8th മുതലേ പഠിക്കുന്ന കേട്ടോ. അടുത്ത്, ഇഫ് എ പോളിഗൺ ഹാസ് n സൈഡ്സ് ദെൻ ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് ദ പോളിഗൺ ഈസ് ഈക്വൽ ടു n × n-3 ബൈ 2. ഇത് ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്ക് ഒരു പോളിഗൺ ഉണ്ട്, ആ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് n ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് 3 ആവാം, 4 ആവാം, 5, 6, 7 എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ n-ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ട് മാറും? അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് അവിടുന്ന് കിട്ടും. റെഡി? യെസ്. അടുത്ത് ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ. എന്താണ് ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ? കുറച്ചധികം തിയറിയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. കാരണം ഇതിൽ ഒരുപാട് ടെർമിനോളജീസ് വരുന്നതുകൊണ്ടാണ്. ഈ തിയറി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് പലതും മുന്നേ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാനും കൂടി പറ്റും. റെഡി? എന്താണ് ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ? ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ എ കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ whose sides are all tangent to a single circle within the quadrilateral is called tangential quadrilateral or circumscribed quadrilateral or inscriptable quadrilateral. ഓക്കെ, എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ കേസ് എങ്ങനെയാണ്? ഒരു സർക്കിളിൻ്റെ അകത്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരിക. അതിൻ്റെ വെർട്ടീസസ് ഒക്കെ ആ സർക്കിളിൻ്റെ ആ ഒരു ഔട്ടറിലാണ് വരിക അല്ലേ? ആ സർക്കിളിലാണ് വരിക. എന്നാൽ ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിനെ ടാൻജൻ്റായി വരുന്ന രീതിയിലായിരിക്കും ആ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡുകളെല്ലാം. ഓക്കെ, ഞാൻ ഏകദേശം വരച്ചതാണ്, ഇത് കറക്റ്റ് ഒന്നുമല്ല, ഏകദേശം ടാൻജൻ്റ് ആവുന്ന രീതിയിൽ വരച്ചതാണ്. ഓക്കെ, ഏകദേശം ടാൻജൻ്റ് ആവുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഒരു ക്വാഡ്രിലാറ്ററൽ
അല്ല, ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ സൈഡ്സും എന്താണ്, ഈ സർക്കിളിന് ടാൻജൻ്റ് ആണ്. അങ്ങനെ ആവുന്ന സമയത്താണ് അയാൾ ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ, സർക്കംസ്ക്രൈബ്ഡ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്റ്റബിൾ ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ പറയുന്നത്. ദിസ് സർക്കിൾ ഈസ് കോൾഡ് ദ ഇൻസർക്കിൾ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഓർ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ. ഇറ്റ്സ് സെൻറ്റർ ഈസ് ദ ഇൻസെൻറ്റർ ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് കോൾഡ് ഇൻറേഡിയസ്. നിങ്ങൾ ട്രയാങ്കിളിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടാവും ഇൻസർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അത് തന്നെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന സർക്കിൾ നിങ്ങൾക്ക് എന്ത് വിളിക്കാം, ഇൻസർക്കിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എന്ന് വിളിക്കാം. അയാളുടെ സെൻറ്ററിനെ, ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഇൻസെൻറ്റർ എന്ന് വിളിക്കാം, അതിൻ്റെ റേഡിയസിനെ ഇൻറേഡിയസ് എന്ന് വിളിക്കാം. റെഡി? ഇനി എന്താണ് പിറ്റോട്ട് തിയറം എന്ന് പറഞ്ഞാൽ, ലെറ്റ് ABCD ബി എ ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ ദെൻ ദ സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. എന്ന് വെച്ചാൽ ഇയാൾ ABCD ആണെങ്കിൽ AB പ്ലസ് DCയും BC പ്ലസ് ADയും ഈക്വൽ ആയിരിക്കും. സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ സം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. റെഡി? യെസ്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ABCD is a cyclic quadrilateral and PQ is a tangent to the circle at C if BD is a diameter and angle DCQ is equal to 40 degree and angle ABD is equal to 60 degree. Find the measure of the following angles. അപ്പോൾ ഇന്ന് ABCD എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ കേസ്. ഇപ്പോൾ ABCD ജസ്റ്റ് ഇതിന് ABCD വരയ്ക്കാം. ABCD. ഓക്കെ, ആ ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. PQ ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ അറ്റ് C. സിയിൽ വരുന്ന ഒരു ടാൻജൻ്റ് ആണ് PQ. ഇനി എന്താ പറയുന്നത്, ഇഫ് BD ഈസ് എ ഡയമീറ്റർ ആൻഡ് ആംഗിൾ DCQ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. BD എന്ന് പറയുന്ന ആൾ ഡയമീറ്റർ ആണ്. BD ഡയമീറ്റർ ആണെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവും ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. കാരണം എന്താ, സെമി സർക്കിളിൽ വരുന്ന ആംഗിൾസ് ആണ് അവർ രണ്ടുപേരും. അത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയോ DCQ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. DCQ വരാം, DCQ ഈ ഒരു ആംഗിൾ എത്രയാണ് വരുന്നത്, 40 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ABD 60 ഡിഗ്രിയാണ്. ABD 60 ഡിഗ്രി. ABD 60 ഡിഗ്രിയാണ്. ദെൻ ഫൈൻഡ് ദ മെഷർ ഓഫ് ദി ഫോളോയിങ് ആംഗിൾസ്. DBC ആണ് ഫസ്റ്റ് കാണേണ്ടത്. DBC ആരാ, DBC അല്ലേ. DBC എന്ന് പറയുന്ന ആംഗിൾ ആണ് DBC. റെഡി? DBC എത്രയായിരിക്കും, ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റും 40 ആയിരിക്കും. എന്തുകൊണ്ട്, എന്താ കാരണം, നമുക്ക് മുന്നേ അറിയുന്നൊരു സംഭവം ഉണ്ട്. എന്താണ്, ഇതൊരു ടാൻജൻ്റ് ആണ്. ആ ടാൻജൻറ്റിൽ വരുന്ന ഒരു കോഡാണ് ഇയാൾ അല്ലേ, സോറി, ആ സർക്കിളിൽ വരുന്ന ഒരു കോഡാണ് ഇയാൾ, ആ പോയിന്റിൽ വരുന്ന ടാൻജൻ്റ് ആണ്. അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. നേരത്തെ പഠിച്ചിട്ടില്ലേ, ഈ ഡയഗ്രത്തിന് തിരിച്ചു പിടിച്ചാൽ മതി. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇയാൾ എത്രയായിരിക്കണം, 40 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി. അടുത്തത് BCP ഇതാ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, അതും സിമ്പിളാണ്. നിങ്ങൾക്കറിയാം ഇതൊരു ലൈൻ സെഗ്മെൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ആംഗിൾ 180 കിട്ടണം. അപ്പോൾ 90യും 40യും എത്തി, 90 + 40 130. അപ്പോൾ ഇനി എത്രയും കൂടി വന്നാലും 180 ആവുക, 50 ഡിഗ്രി. അപ്പോൾ ഇയാൾ എത്രയായിരിക്കണം, 50 ഡിഗ്രി. റെഡി? ഇനി ADB ആരാ, ADB ഈ ഒരു ആംഗിൾ ADB എത്രയായിരിക്കണം, നിങ്ങൾ നോക്കിയേ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 90 + 60 പ്ലസ് ഈ ഒരു ADB ആഡ് ചെയ്താൽ 180 കിട്ടണം. 90 + 60 എന്തായി, 150 ആയി. അപ്പോൾ ഇയാളിന് എത്രയായിരിക്കണം, 30 അല്ലേ, 30 ഡിഗ്രി. സിമ്പിൾ അല്ലേ പരിപാടി അല്ലേ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററലും പറഞ്ഞു. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. റെഡി? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇത് പ്രിയാറമ്മോ അതായത് IOQയും മുന്നേ ചോദിച്ചുള്ള 2012 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. O and I are the circumcenter and incenter of triangle ABC respectively. Suppose O lies in the interior of triangle ABC and I lies on the circle passing through BO and C. What is the magnitude of angle BAC in degrees? ഓക്കെ, അതായത് ഒരു ട്രയാങ്കിൾ ABC ഉണ്ട്. ഫസ്റ്റ് ആണ് പറയുന്നത്. അതിൻ്റെ സർക്കം സെൻറ്ററാണ് O, ഇൻ സെൻറ്ററാണ് I. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ ABC വരയ്ക്കാം. അത് ഐസോസിലസ് ആണോ അല്ലെങ്കിൽ ഇക്വലേറ്ററൽ ആണോ ഇതൊന്നും അറിയില്ല. ജസ്റ്റ് ഞാൻ ഒരു സിമ്പിളായിട്ട് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, അതിൻ്റെ ഒരു സർക്കം സെൻറ്റർ O ഉണ്ട്. സപ്പോസ് O ലൈസ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, അപ്പോൾ O എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെന്ന് വിചാരിക്കുക, ഉള്ളിലുണ്ട്. ഓക്കെ, സർക്കം സെൻറ്റർ പുറത്തുണ്ട്.
സർക്കിൾ വരയ്ക്കുക എന്നുള്ള ഈസിയുള്ള പരിപാടിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തല്ലല്ലോ വരയ്ക്കുന്നത്. സോ കറക്റ്റ് വരിക എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. പക്ഷേ ഞാൻ ഏകദേശം എന്ത് ചെയ്യുക, ഒരു അപ്രോക്സിമേറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്കം സെൻറ്റർ. താഴോട്ടുണ്ട് കേട്ടോ, ഞാൻ പകുതിയെ വരയ്ക്കുന്നുള്ളൂ. സോറി, ബാക്കി താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അയാളുടെ സെൻറ്റർ എന്ന് വിചാരിക്കാം. ഓക്കെ, ഏകദേശം ഇവിടെ സെൻറ്റർ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ അസംഷൻ ഓക്കെ അവിടെ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇനി ഇയാളുടെ പേര് ABCOI O എന്ന് പറയുന്ന ഇന്ത്യയിലാണ് പറഞ്ഞു. ഇനി I ലൈസ് ഓൺ ദി സർക്കിൾ പാസിങ് ത്രൂ BO ആൻഡ് C. അതായത് BOCയിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളിലാണ് ആര് വരുന്നത്, I വരുന്നത്. അപ്പോൾ ആ സർക്കിൾ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരാളെന്ത് ചെയ്യുന്നു, ഒരു സർക്കിളിൻ്റെ ഒരു പോർഷൻ ഇവിടെ വരക്കാം. ഇങ്ങനെ സർക്കിൾ പോകുന്നുണ്ട് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ O എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ സർക്കിളിൽ തന്നെയാണ് ആരും വരുന്നത്, I എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെയാണ് I വരുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്തോട്ട് എടുക്കാം. I എന്ന് പറയുന്നത് ഇവിടെ. I എന്ന് പറയുന്നത് ഇൻ സർക്കിളിൻ്റെ റേഡിയസ്. ഇപ്പോൾ ഇൻ സർക്കിൾ എന്ന് പറയുമ്പോൾ ഇയാളെല്ലാം ടച്ച് ചെയ്ത് പോകുന്ന സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഡയഗ്രാം വെച്ചിട്ട് ഇവിടെ വരാൻ ചാൻസ് ഇല്ല, ഇവിടെ എവിടെയെങ്കിലും വരാനാണ് ചാൻസ്. പക്ഷേ നമ്മളിപ്പോൾ റഫായിട്ടാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇൻ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു അസംഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി എന്താ പറയുന്നത്, വാട്ട് ഇസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗിൾ BAC എന്ന് പറയുന്ന ആംഗിളിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ജസ്റ്റ് ഇതിലൂടെ പാസ് ചെയ്യിക്കണം. ഓക്കെ, BAC എന്ന് പറയുന്ന ആളുടെ വാല്യൂ, BAC എന്ന് പറയുന്ന ആംഗിളിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ BOC എന്ന് പറയുന്ന ആംഗിൾ ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, BOC എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും. സിമിലർലി ഞാൻ എന്ത് ചെയ്യാണ്, BIC കൂടി കണക്ട് ചെയ്യാണ്. ഓക്കെ, BIC ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കൂലേ. BOC എന്ന് പറയുന്ന ആംഗിളും BIC എന്ന് പറഞ്ഞ ആംഗിളും ഈക്വൽ ആയിരിക്കൂലേ? ഓഫ് കോഴ്സ് ആയിരിക്കും. കാരണം എന്താ, ഈ പോകുന്ന സർക്കിള് ഇങ്ങോട്ട് പോകുന്ന സർക്കിൾ താഴോട്ടുണ്ടല്ലോ, ആ സർക്കിളിൻ്റെ ഒരു കോഡാണ് ഇതാണ് BC എന്ന് പറഞ്ഞാലേ. അപ്പോൾ ഒരു കോഡ് വരയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരേ സെഗ്മെൻറ്റിൽ വരുന്ന രണ്ട് ആംഗിൾസാണ് ഇവർ രണ്ടുപേരും അല്ലേ. താഴേക്ക് പോകുന്ന ഈ ഒരു സർക്കിള്, ആ സർക്കിളിൻ്റെ ഒരു കോഡ്, ആ കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ മൈനർ സെഗ്മെൻറ്റിൽ വരുന്ന രണ്ട് ആംഗിൾസ്, രണ്ടുപേരുടെ വാല്യൂസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ, റെഡി. ഇനി ഈ സർക്കം സർക്കിൾ നോക്കുക. സർക്കം സർക്കിള്, ആ സർക്കം സർക്കിളിൻ്റെയും ഒരു കോഡാണല്ലോ ഇയാൾ, അയാളുടെ സെൻറ്റർ ആണല്ലോ O. അങ്ങനെയാണെങ്കിൽ ഈ കോഡ് സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് BOC. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന BAC എന്ന് പറയുന്ന ആംഗിളിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഈ BOCയുടെ വാല്യൂ എത്രയാണോ അതിൻ്റെ ഹാഫ്. ഇത് 2x ആണെങ്കിൽ ഇത് x, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനിക്കെന്ത് പറയാൻ പറ്റും, ആംഗിൾ BOC ഈസ് ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ BAC. കാരണം എന്താ, ഇയാളുടെ ഹാഫ് ഇയാളെന്ന് പറയാൻ പറ്റും അല്ലേ, ഇയാളുടെ ഹാഫാണ് ഇയാളെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, ഇയാളുടെ ഡബിളാണ് ഇയാൾ. അങ്ങനെ പറഞ്ഞൂടെ, പറയാൻ സെയിം അല്ലേ. റെഡി, തിരിച്ചു വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഹാഫ് ആക്കി എഴുതണമെങ്കിൽ ഹാഫ് ഓഫ് ആംഗിൾ BOC ഇസ് ഈക്വൽ ടു ആംഗിൾ BAC എന്ന് പറയാൻ പറ്റും. റെഡി. ഇനി നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഇൻസെൻറ്റർ, സർക്കിളിൻ്റെ ഇൻസെൻറ്റർ വരുന്ന സമയത്ത്, ഓക്കെ സോറി ട്രയാങ്കിളിൻ്റെ ഇൻസെൻറ്റർ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഈ ആംഗിൾ BIC എന്ന് പറയുന്ന ആംഗിൾ 90 പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ BAC ആയിരിക്കും. 90 പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ BAC ആയിരിക്കും. അത് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളി നമ്മൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഇതാണ് ഇൻസെൻറ്റർ എങ്കിൽ ആ ഇൻസെൻറ്ററിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയുടെ കൂടെ ഇവിടെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളിൻ്റെ ഹാഫ് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഇത് എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട്, അറിയാത്തവർക്ക് ഇപ്പോൾ പഠിക്കാം. ഓക്കെ, അറിയാത്തവരിപ്പോൾ പഠിക്കുക. അതായത് ഇത് ഇൻസെൻറ്ററാണ്. അപ്പോൾ ഈ ഒരു സൈഡും ഈ ഇൻസെൻറ്ററുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ, ഓക്കെ, ആ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയുടെ കൂടെ ഓപ്പോസിറ്റ് വരുന്ന ആ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളിൻ്റെ ഹാഫ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഇക്വേഷൻ പറയുന്നത്. റെഡി അല്ലേ. അപ്പോൾ ഇനി നമുക്കറിയാം ഇവിടെ ഈ ഒരു ഹാഫ് BAC അതിൻ്റെ കൂടെ 90 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ BICയുടെ വാല്യൂ ആണ്. BAC എന്ന് പറഞ്ഞാലും BOC എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ് അല്ലേ. BIC എന്ന് പറഞ്ഞാലും BOC എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അപ്പോൾ എനിക്കിത് ഒന്നുകൂടി മോഡിഫൈ ചെയ്തേക്കാം. ആംഗിൾ BACക്ക് പകരം ആംഗിൾ BOC ഇസ് ഈക്വൽ ടു 90 പ്ലസ് ഹാഫ് ആംഗിൾ BAC എന്ന് പറയാം. ഇനി ആംഗിൾ BOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് ആംഗിൾ BAC ആണ്.
അല്ലേ? ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് ആംഗിൾ ബി എ സി ആണ്. അപ്പോൾ ഞാൻ അതിവിടെ കൊടുക്കുന്നു. 2 ടൈംസ് ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 90 പ്ലസ് ഹാഫ് ആംഗിൾ ബി എ സി. ഈ ഹാഫ് ആംഗിൾ ബി എ സിന് ഇങ്ങോട്ട് കൊടുത്താൽ 2 ആംഗിൾ ബി എ സി മൈനസ് ഹാഫ് ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 90 എന്ന് വരും. അപ്പോൾ 2 ടൈംസ് ഇവിടെ 2 ടൈംസ് ബി എസ് സി ഉണ്ട്, അതിന് ഹാഫ് പോകുന്നു, ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? 3/2 ടൈംസ് അല്ലേ? 2ൽ നിന്ന് ഹാഫ് പോയാൽ 1.5 അഥവാ 3/2. അപ്പോൾ 3/2 ആംഗിൾ ബി എസ് സി ഇസ് ഈക്വൽ ടു, അതായത് 2x നിന്ന് ഹാഫ് എക്സ് പോയാൽ എത്ര വരിക? 3/2x. അപ്പോൾ ഇവിടെ 2 ബി എസ് സിന്ന് ഹാഫ് ബി എസ് സി പോയാൽ 3/2 ബി എസ് സി ഇസ് ഈക്വൽ ടു 90 വരും. അപ്പോൾ ആംഗിൾ ബി എസ് സി ഇസ് ഈക്വൽ ടു 90 ഇൻറ്റു 2/3 എന്ന് വരും. അപ്പോൾ ആംഗിൾ ബി എസ് സി ഇസ് ഈക്വൽ ടു എന്താ വരിക? 90/3 30, 30 ഇൻറ്റു 2 60 ഡിഗ്രി എന്നുള്ളതായിരിക്കും ആൻസർ വരിക. ഓക്കെ, ഞാൻ കവർ ചെയ്യുന്നുണ്ടോ? ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 60 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ വരിക. റെഡി അല്ലേ? അപ്പോൾ ഇത് ഒന്നുമില്ല, ഇതിൽ അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല. മുന്നേ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ട്രയാങ്കിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലെയിൻ ജോമെട്രിയിൽ ട്രയാങ്കിൾസ് ഡിസ്കസ് ചെയ്തു. ട്രയാങ്കിൾസിലുള്ള കോൺസെപ്റ്റും സർക്കിൾസിൽ ഇപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റും കൂടി മിക്സ് ചെയ്ത് വന്നു എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഡിഫറൻസ്. റെഡി അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, ഇതിലുള്ള കോൺസെപ്റ്റ് മാക്സിമം റിവൈസ് ചെയ്യുക. ഒരുപാട് തിയറി നമ്മൾ പറഞ്ഞു, ഒരുപാട് ടെർമിനോളജീസ് പറഞ്ഞു. അതെല്ലാം പതിയെ ഷോർട്ടായി ഇങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഉള്ളിലോട്ട് എടുത്തെടുത്ത് എല്ലാ ടെർമിനോളജീസും നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയുള്ള ടെർമിനോളജീസ് വരുമ്പോൾ അറിയാത്തൊരു പ്രശ്നം നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം നമ്മൾ കവർ ചെയ്ത് പോയത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.